ഹായ് ഓൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ A+ സീരീസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഓൾറെഡി ഈ ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നുമില്ല, A+ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഓരോ ചാപ്റ്റേഴ്സിലെയും ക്വസ്റ്റ്യൻസിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ആ ചാപ്റ്റർ എന്ത് ചെയ്യാണ് നമ്മൾ പഠിക്കുകയാണ്. അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഐ മീൻ ഈ ഒരു പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ +1 A+ കിട്ടുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഇത് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാക്സിമം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് അതൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ ഉറപ്പായിട്ടും പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു 8 മാർക്കിന്റെ വെയിറ്റേജിനാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ആ 8 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്നുള്ള കാര്യത്തിൽ എന്തില്ല, യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഇതേപോലെ ഓൾറെഡി ഞാൻ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. ഇനി അഥവാ നിങ്ങൾ ആദ്യത്തെ 2 വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, അതും കൂടെ കാണണം. ഓക്കെ, ഇതിന് ശേഷമുള്ള ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതിന് നിങ്ങളെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം ഈ ഒരു ചാനലിൽ ഓൾറെഡി ഒരുപാട് +2 സ്റ്റുഡൻസ് ഭയങ്കരമായിട്ട് ഇതുപോലെ +2 ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് A+ വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് വെറുതെ നിങ്ങൾ കണ്ടുപോകരുത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോസ് ഒക്കെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. ആൻഡ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങിയാലോ? യെസ്, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്, നിങ്ങൾക്ക് അറിയുന്നതാണോ എന്നുള്ള രീതിയിൽ കാണുക. കാരണം അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറിംഗ് എന്നുള്ള സംഭവം വരികയില്ല. അതുപോലെ തന്നെ ഈ വീഡിയോസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കാണാനും പറ്റും. ഓക്കെ, യെസ്. അപ്പൊ ഈ ചാപ്റ്ററിന് ആദ്യം ചോദിക്കുന്നത് നമ്മൾ 2 പോപ്പുലർ ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് അപ്രോച്ചുകൾ ആണ് ഇവിടെ പഠിക്കുന്നത് അല്ലെ ഈ ചാപ്റ്ററിൽ. അത് ഏതൊക്കെയാണ് എന്നുള്ളത്, 2 പോപ്പുലർ ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് അപ്രോച്ചസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് അത് ഏതാണ് എന്നുള്ള രീതിയിൽ ഡിസ്ക്രൈബ് ഈച്ച് എന്ന് ചോദിച്ചിട്ടില്ലെങ്കിലും ജസ്റ്റ് അത് ഏതാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മനസ്സിലാക്കുക, ടോപ്പ് ഡൗൺ അപ്രോച്ച്, ബോട്ടം അപ്പ് അപ്രോച്ച്, അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ ഡിസൈൻ, ബോട്ടം അപ്പ് ഡിസൈൻ, ഇങ്ങനെ 2 ഡിസൈൻസ് പഠിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്താന്ന് വെച്ചാൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്, ഇത് ഒരൊറ്റ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ പാർട്സ് ആക്കി മാറ്റിക്കൂടെ. ഇങ്ങനെ ചെറിയ ചെറിയ പാർട്സ് ആക്കി മാറ്റിയിട്ട് സോൾവ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഇപ്പോൾ ടോപ്പ് ഡൗൺ ആയാലും ബോട്ടം അപ്പ് ആയാലും ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ പ്രോബ്ലത്തിനെ വീണ്ടും പാർട്സ് ആക്കാൻ പറ്റുമെങ്കിൽ അതിനെ വീണ്ടും പാർട്സ് ആക്കുക. അങ്ങനെ നമുക്ക് എത്രത്തോളം ഇതിങ്ങനെ ഈ പ്രോബ്ലംസിനൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് പോവുക. ഓക്കെ, അങ്ങനെ പോയതിന് ശേഷം ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സോൾവ് ചെയ്ത് തുടങ്ങുന്നത് ഏറ്റവും ടോപ്പിലുള്ള ഭാഗത്തിൽ നിന്നാവണം. ടോപ്പിലുള്ള ഏറ്റവും ടോപ്പ് ലെവലിലുള്ള പാർട്ടിൽ നിന്നാവണം. അങ്ങനെ സോൾവ് ചെയ്ത് തുടങ്ങിയിട്ട് താഴേക്ക് താഴേക്ക് വരുന്നതിനാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. എന്നാൽ ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുക ഏറ്റവും ലോവർ ലെവലിലുള്ള മൊഡ്യൂളിൽ നിന്നായിരിക്കും. ഏറ്റവും ലോവർ ലെവലിലുള്ള പ്രോബ്ലം ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് മേലേക്ക് മേലേക്ക്, അതായത് മെയിൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് എത്തുന്നതിനെയാണ് ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ടോപ്പ് ഡൗൺ ബോട്ടം അപ്പിന്റെ കൺസെപ്റ്റ്. ജസ്റ്റ് എന്ത് ചെയ്ത് വെക്കുക, കാര്യം മനസ്സിലാക്കുക. പ്രോബ്ലം സോൾവ് ചെയ്യാൻ 2 അപ്രോച്ചുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ചാപ്റ്റർ എന്ന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഡിഫറെന്റ് ഫേസുകൾ, പ്രോഗ്രാമിങ്ങിന്റെ ഡിഫറെന്റ് ഫേസുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ ഫേസുകൾ ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് തരാൻ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കറക്റ്റ് പഠിക്കുക. പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് എത്ര ഫേസുകൾ ഉണ്ട്? 7 ഫേസുകൾ ഉണ്ട്. കറക്റ്റ് ആയിട്ട് പഠിക്കുക. ആദ്യം പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, പിന്നെ പ്രിപ്പയറിംഗ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, പിന്നെ കോഡിംഗ് ആണ്, പിന്നെ ട്രാൻസ്ലേഷൻ ആണ്, ഡീബഗിംഗ് ആണ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ്, ഡോക്യുമെന്റേഷൻ. ഇതിങ്ങനെ ഈ ഓർഡറിൽ തന്നെ കറക്റ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടാറുണ്ട്. ചിലപ്പോഴൊക്കെ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക.
രണ്ടാമതായിട്ട് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക. കാരണം ചിലപ്പോൾ ഇതൊരു 5 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രോബ്ലത്തിനെ പറ്റിയിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. എടാ എന്താണ് ആ പ്രോബ്ലം എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നതിനാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുക. കാരണം പ്രോബ്ലം മനസ്സിലാക്കാതെ ഒരിക്കലും പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത് പ്രിപ്പയറിംഗ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ആണ്. അല്ലെ, നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം. അതെങ്ങനെയാ സോൾവ് ചെയ്യുക അതെങ്ങനെയാ സോൾവ് ചെയ്യുക അതെങ്ങനെയാ സോൾവ് ചെയ്യാന്ന് നമ്മളൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാൻ നോക്കുകയെന്ന് വിചാരിച്ചു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാൻ നോക്കുകയാണ്. അപ്പോൾ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, അൽഗോരിതം എന്ന് പറയുക. അങ്ങനെയാണ് ആ അൽഗോരിതത്തിനെ തന്നെ നിങ്ങളൊന്ന് ചിത്രങ്ങൾ വെച്ചിട്ട് വരക്കാൻ നോക്കിയേ. അങ്ങനെയാണെങ്കിൽ അൽഗോരിതത്തിന്റെ തന്നെ പിക്ചോറിയൽ റെപ്രസെന്റേഷനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിൽ അൽഗോരിതം എഴുതും അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് വരക്കും. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് കോഡിങ്. കോഡിങ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എഴുതലാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രോഗ്രാം എഴുതുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഡിംഗ് എന്ന് പറയാം. ഓക്കെ, കോഡിംഗ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഒരു കാര്യം കൂടെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, കോഡിംഗ് നമ്മൾ സാധാരണ ചെയ്യുക C++ പോലത്തെ ഹൈ ലെവൽ ലാംഗ്വേജസിലാണ്. കാരണം C++ പോലത്തെ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് ആർക്കും മനസ്സിലാവുക, മനുഷ്യന്മാർക്ക് മനസ്സിലാവുക. എന്നാൽ ഹൈ ലെവൽ ലാംഗ്വേജിൽ അതുകൊണ്ട് തന്നെ ഹൈ ലെവൽ ലാംഗ്വേജിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് ചെയ്യുക. അതും കൂടെ മനസ്സിലാക്കുക. കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ അൽഗോരിതം ഫ്ലോ ചാർട്ട് ഒക്കെ വരച്ചിട്ടുണ്ടാവില്ലേ, അതിനെ ജസ്റ്റ് ഒരു പ്രോഗ്രാം ആക്കി മാറ്റുന്നതിനാണ് കോഡിംഗ് എന്ന് പറയാം. അപ്പൊ C++, പിന്നെ ജാവ അതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലത്തെ C++, ജാവ ഒക്കെ പോലത്തെ ഹൈ ലെവൽ ലാംഗ്വേജസിലാണ് സാധാരണ കോഡ് ചെയ്യുക. കാരണം അതാണ് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നത്. എന്നാൽ അടുത്ത സ്റ്റെപ്പ് ട്രാൻസ്ലേഷൻ ആണ്. കാരണം നമ്മൾ പറഞ്ഞു നമ്മൾ കോഡ് ചെയ്യുക ഹൈ ലെവൽ ലാംഗ്വേജസിലാണ്. കാരണം ഇതാണ് നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ്. എന്നാൽ ഇത് നമുക്ക് മനസ്സിലായാൽ മതിയോ? കമ്പ്യൂട്ടറിലല്ലേ പ്രോഗ്രാം എഴുതണ്ടേ. അപ്പൊ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആയിട്ടുള്ള മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന പരിപാടിക്കാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുക. കാരണം മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റിയാലേ അത് മെഷീൻ ആയിട്ടുള്ള കമ്പ്യൂട്ടറിന് മനസ്സിലാവും. അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഡീബഗിങ്. മക്കളെ, പ്രോഗ്രാം അല്ലേ, നമ്മളല്ലേ, മനുഷ്യന്മാരല്ലേ, നമ്മളല്ലേ പ്രോഗ്രാം എഴുതുന്നത്. പ്രോഗ്രാമിൽ കുറെ എറേഴ്സ് ഉണ്ടാവും. ഈ എറേഴ്സിനെയാണ് ബഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിൽ ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് ബഗ് എന്ന് പറയുന്നത്. ആ ബഗ്ഗുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്തൊക്കെ പ്രോഗ്രാമിൽ എന്തൊക്കെ എറേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളത് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം, മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം അത് കറക്റ്റ് ചെയ്യൂലേ, നമ്മൾ തന്നെ നോക്കിയിട്ട് യെസ് ഇന്ന ലൈനിൽ എറർ ഉണ്ട് എന്ന് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുന്നതിനാണ് ഡീബഗിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പാണ് എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഡീബഗ് ഒക്കെ ചെയ്ത് എറർ ഒന്നും ഇല്ല, ഒക്കെ സെറ്റ് ആണ്. അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ള ഇതൊക്കെ ചെയ്തു വെച്ച പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കുക, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, കാരണം റണ്ണ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഓക്കെ ആണോ, നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതിനാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവസാനത്തെ സ്റ്റേജിനാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ എന്ന് പറയുക. എടാ, ഡോക്യുമെന്റേഷന്റെ ഡെഫിനിഷൻ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്ത് എല്ലാം സെറ്റാണ്, റണ്ണൊക്കെ ചെയ്ത് നോക്കി, ടെസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം ഓക്കെയാണ്. അങ്ങനെയാണ് ഇതൊന്ന് ജസ്റ്റ് സേവ് ചെയ്ത് വെക്കുക കമ്പ്യൂട്ടറിൽ. ഫ്യൂച്ചറിൽ, ഭാവിയിൽ, ഓക്കെ, എന്തിനാ സേവ് ചെയ്ത് വെക്കുന്നതെന്ന് അറിയോ? ഫ്യൂച്ചർ, ഭാവിയിൽ എന്തെങ്കിലും ഒരു റെഫറൻസ് വേണ്ടി വന്നാലോ, ഭാവിയിൽ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സേവ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ ഡെഫിനേഷൻ ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോബ്ലത്തിനെ പറ്റി അനലൈസ് ചെയ്യലാന്ന് ഞാൻ പറഞ്ഞു. അത് അനലൈസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും, ആ സോൾവ് ചെയ്യാൻ എന്ത് ഡാറ്റ വേണം, ആ പ്രോബ്ലം സോൾവ് ചെയ്താൽ എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുക, അതൊക്കെ ഒന്ന് പഠിക്കുന്നതിനാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുക. പിന്നെ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ഞാൻ പറഞ്ഞു. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചല്ലോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. ഫ്ലോ ചാർട്ട് എന്താ നമ്മൾ പറഞ്ഞു, പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണെന്ന് പറഞ്ഞു. കോഡിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു. ട്രാൻസ്ലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജിലായിരിക്കും, അത് നമുക്കാണ് മനസ്സിലാവുക. അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. പിന്നെ ഡീബഗിങ് പറഞ്ഞു, പ്രോഗ്രാമിൽ ഉണ്ടാവുന്ന എറേഴ്സ് ഡിറ്റക്ട് ചെയ്യണം, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യുന്നതിനാണ് ഡീബഗിങ് എന്ന് പറയാം. എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞതുപോലെ, ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് കറക്റ്റ് ആണോ നോക്കലാണ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് എഴുതാം. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ സേവിങ് ദ പ്രോഗ്രാം ആണ്, ഞാൻ പറഞ്ഞു, ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട്. എന്നാൽ വേറെ കാര്യം, ഈ ഡോക്യുമെന്റേഷൻ രണ്ട് രീതിയിലുണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇന്റേണൽ ഡോക്യുമെന്റേഷൻ ആൻഡ് അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ. അതായത് നമ്മളെ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും കമന്റുകളായിട്ട് പ്രോഗ്രാമിൽ തന്നെ, അതായത് സോഴ്സ് കോഡിൽ തന്നെ, അതായത് പ്രോഗ്രാമിന്റെ ഉള്ളിൽ തന്നെ എഴുതി വെക്കുന്നതിനാണ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്.
അതായത് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വേർഡിന്റെ മീനിങ് എന്താ? ഉള്ളിൽ തന്നെ, പ്രോഗ്രാമിന്റെ ഉള്ളിൽ തന്നെ. അപ്പൊ പ്രോഗ്രാമിന്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി കുറിച്ച് വെക്കുന്നതാണ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയാം. എന്നാൽ എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ പുറത്ത്, പ്രോഗ്രാമിന്റെ പുറത്ത്, അതായത് സെപ്പറേറ്റ് അതിനുള്ള യൂസർ മാനുവൽ അല്ലെങ്കിൽ സിസ്റ്റം മാനുവൽ എന്നൊക്കെയുള്ള വേർഡുകളാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ടി വി, ഫ്രിഡ്ജ് പോലത്തെ സാധനങ്ങളെല്ലാം വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു പേപ്പർ നിങ്ങൾക്ക് കിട്ടൂലേ, ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ മാനുവൽ കിട്ടൂലേ? അതുപോലെ നമ്മളെ പ്രോഗ്രാം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മാനുവൽ ഉണ്ടാക്കുക. ഓക്കെ, യൂസർ മാനുവൽ, സിസ്റ്റം മാനുവൽ പോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുക. അതാണ് എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ വരുന്നത്. സാധാരണ സിമ്പിൾ പ്രോഗ്രാമിനൊന്നും ചെയ്യാറില്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാംസിനാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത്. അതായത് ഞാൻ ഈ കാര്യം ഇത്രയും സമയം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണിത്. ഇത് മനസ്സിലായാൽ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു എന്ന് നമുക്ക് പറയാം. ഈ ഇത്രയും ഫേസ് ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാം ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നതെന്ന് മനസ്സിലായാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഇനി നോക്കാനുള്ളൂ. മക്കളെ, അൽഗോരിതം എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പരീക്ഷയ്ക്ക് സാധാരണ 2 മാർക്കിനായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അൽഗോരിതം എന്താന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സം പ്രിസൈസ് സ്റ്റെപ്സ് ആണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള. ഓക്കെ, ആൻഡ് അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? വെറുതെ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 എന്നെല്ലാം പറഞ്ഞ് കുറെ കാര്യങ്ങൾ എഴുതിയാൽ അൽഗോരിതം ആവോ? ഇല്ല. അൽഗോരിതം ഷുഡ് ബിഗിൻ വിത്ത് ഇൻസ്ട്രക്ഷൻസ് ടു ആക്സെപ്റ്റ് ഇൻപുട്സ് എന്ന് പറയുന്നത്. അതായത് അൽഗോരിതത്തിൽ ഇൻപുട്ടുകൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റെപ്പുകൾ നിങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഡാറ്റയൊക്കെ റെഫർ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ഉപയോഗിക്കാം? വാരിയബിൾസ് ഉപയോഗിക്കാം. ഇപ്പൊ 2 നമ്പേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ എക്സ്, വൈ എന്നൊക്കെ പറയുന്ന വാരിയബിൾസ് ഉപയോഗിക്കുന്നില്ലേ? അതുപോലെ വാരിയബിൾസ് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തത്, അൽഗോരിതത്തിൽ വെറുതെ കുറെ സ്റ്റെപ്പ് വാരി വിളിച്ച് കൊടുത്തിട്ട് കാര്യമില്ല. അൽഗോരിതത്തിൽ എഴുതുന്ന സ്റ്റെപ്പുകൾ പ്രിസൈസും, അതുപോലെ തന്നെ പ്രിസൈസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അൺആംബിഗസ് എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ മീനിങ് ഒക്കെ ഉള്ള വേർഡുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേർഡുകളൊന്നും അൽഗോരിതത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അൽഗോരിതത്തിൽ നമ്മൾ കുറെ സ്റ്റെപ്പുകൾ എഴുതും. അതൊക്കെ ഒരു ഫൈനൈറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, ഒരു ഫൈനൈറ്റ് ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന സ്റ്റെപ്പുകളായിരിക്കണം അൽഗോരിതത്തിൽ എഴുതേണ്ടത്. ആൻഡ് അവസാനമായിട്ടുള്ള കാര്യം, നമ്മൾ കുറെ അൽഗോരിതത്തിൽ കുറെ സ്റ്റെപ്പുകളൊക്കെ എഴുതി, അതൊക്കെ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസയർ ചെയ്യുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടണം. നമ്മൾ ഒരു കാര്യം ആലോചിച്ച്, നിങ്ങൾ ഏതെങ്കിലും കുക്കിങ്ങിന്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുകയാണ്, ആ വീഡിയോ കണ്ടിട്ട് പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കുകയാണ്, എന്നാൽ അവർ പറയുന്ന പോലെ ആ സാധനം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ആ വീഡിയോയിൽ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ ഫ്ലോപ്പ് ആണ് അല്ലെ? അതേപോലെ അൽഗോരിതത്തിൽ നമ്മൾ കുറെ സ്റ്റെപ്പുകൾ ഇങ്ങനെ എഴുതിയിട്ട് ആ സ്റ്റെപ്പ് പോലെ ഒരാൾ ചെയ്തിട്ട് ഈ അൽഗോരിതം പറയുന്ന റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അൽഗോരിതത്തിൽ എന്താണോ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുള്ളത് അതിന്റെ റിസൾട്ട് എന്തായാലും ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. അതാണ് അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഇത് വേറൊന്നുമില്ല, നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇത് ഡയറക്റ്റ് തന്നെയാണ് ഇവിടെ ചോദ്യം വരിക. അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡയറക്റ്റ് വരും. അതുപോലെ തന്നെ ഇവിടുന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് അല്ലെ, പിക്ചോറിയൽ റെപ്രസെന്റേഷൻ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ ക്വസ്റ്റിനും വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസറിനെ പറ്റി ആലോചിക്കുക. ഇത് ഫ്ലോ ചാർട്ട് ആണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഫ്ലോ ചാർട്ട് സിമ്പിൾസ്, മക്കളെ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ. ഫ്ലോ ചാർട്ട് സിമ്പിൾസും അതിന്റെ മീനിങ് എഴുതാനും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു സിമ്പിൾ ടെർമിനൽ സിമ്പിൾ ആണ് നമുക്കറിയാം. അതായത് ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാലോ? സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനും ഇതാണ് ഇത് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇനി ഇത് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈക്വൽ ടു ഓപ്പറേറ്റർ വെച്ചിട്ട് എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുക, അതാണ് പ്രോസസ് എന്ന് പറഞ്ഞാൽ. അതിന് റെക്ടാംഗിൾ ആണ് ഉപയോഗിക്കുക. പിന്നെ ഡെസിഷൻ സിമ്പിൾ അല്ലെ, ഡെസിഷൻ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? കണ്ടീഷൻ എന്ന് വിളിക്കാറുണ്ട്. എന്തെങ്കിലും കണ്ടീഷൻ ഒക്കെ നോക്കാനുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഈ ഒരു സിമ്പിൾ ആണ്. ഇത് റോംബസ് സിമ്പിൾ എന്നാണ് ഇതിന് പറയാം. പിന്നെ ഇൻപുട്ട് എടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനും വേണ്ടിയിട്ട് പാരലലോഗ്രാം അല്ലെ, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ കണക്ടർ ആയിട്ട് ഒരു ഫ്ലോ ചാർട്ടും വേറെ ഫ്ലോ ചാർട്ടും നമ്മൾ കണക്ട് ചെയ്യാൻ ഈ ഒരു സിമ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്ലോ ലൈൻസ് ആയിട്ട് നമുക്ക് എന്തുണ്ട്? ആരോ മാർക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയാണ് ഫ്ലോ ചാർട്ട് സിമ്പിൾസിൽ വരുന്നത്. ഫ്ലോ ചാർട്ട് സിമ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചൊക്കെ ഒന്ന് നോക്കാം. ഇൻ എ ഫ്ലോ ചാർട്ട് ദ ടെർമിനൽ സിമ്പിൾ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ഡാഷ് ആൻഡ് ഡാഷ് ഇൻ ദ പ്രോഗ്രാം ലോജിക്. മക്കളെ, ടെർമിനൽ സിമ്പിൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ? സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും വേണ്ടിയിട്ടാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്നാണ് ഇവിടെ എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് വരിക. ഇനി ഫ്ലോ ചാർട്ട് ഏത് സിമ്പിൾ ആണ് ഇൻപുട്ടോ അല്ലെങ്കിൽ ഔട്ട്പുട്ടിനോ വേണ്ടി ഉപയോഗിക്കുന്നത്? അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിന്റെ ആൻസർ ആയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് പാരലലോഗ്രാം എന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഏത് സിമ്പിൾ ആണ് ചോദിക്കുന്നത്? അപ്പൊ പാരലലോഗ്രാം എന്ന് എഴുതാം. അല്ലെങ്കിൽ മക്കളെ ഒരു പാരലലോഗ്രാം ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്തേക്ക്. ഇത് രണ്ടും കൂടെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. പാരലലോഗ്രാമിന്റെ പറഞ്ഞിട്ട് ആ സിമ്പിൾ അങ്ങ് വരച്ചു കൊടുക്കുക. ഏത് സിമ്പിൾ ആണ് ഡെസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം,
റോംബസ് സിമ്പൽ ഇങ്ങനെ എഴുതി കൊടുക്കുക, റോംബസ് സിമ്പൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ റോംബസ് എന്ന് എന്ത് ചെയ്തു കൊടുക്കാം, എഴുതി കൊടുക്കാം കേട്ടോ. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 3 സിമ്പിൾസ് തന്നിട്ട് ഓഡ് വൺ ഔട്ട് അല്ലെ. ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ആ പരീക്ഷക്ക് പലരും എഴുതിയത് ഇതാ ഈ സാധനമായിരുന്നു. കാരണം ഇത് രണ്ടിനും ചരിവുണ്ട്, ഇതിന് ചരിവില്ല. അതല്ല ഇതിന്റെ ആൻസർ. ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഫ്ലോ ചാർട്ട് വരക്കുമ്പോൾ ഇതിന് ഒരു എൻട്രി അല്ലെ, ഏതെങ്കിലും സ്റ്റെപ്പ് നീലേക്ക് വന്നാൽ ഒരു എൻട്രി ഉണ്ടാവും, ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ഒരു എക്സിറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ സിമ്പലിന്, പ്രോസസ് സിമ്പലിന് ഒരു എൻട്രിയും ഒരു എക്സിറ്റും ആണ്. അതേപോലെ തന്നെ അല്ലേ ഇൻപുട്ട് ആയാലും ഔട്ട്പുട്ട് ആയാലും ഒരു എൻട്രി, അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സിറ്റ്. എന്നാൽ ഡെസിഷൻ ആയിട്ടുള്ള ഈ സിമ്പൽ അങ്ങനെയല്ല, ഒരു എൻട്രിയും നമുക്ക് ഒന്നിൽ കൂടുതൽ എക്സിറ്റും വരച്ചൂടെ. ഈ കണ്ടീഷൻ ആയിരിക്കും, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇങ്ങനെ, ഫോൾസ് ആണെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെ വരക്കൂലേ. അപ്പോൾ ഒരു എൻട്രിയും 2 എക്സിറ്റും ഉണ്ട്. അപ്പോൾ ഇതില് ഓഡ് വൺ ഒറ്റയാൻ ആരാണ്? ഈ സി ആണ്, ഓപ്ഷൻ സി ആണ്. കാരണം ഓപ്ഷൻ സിക്ക് എന്തുണ്ട്? 2 എക്സിറ്റ് ഉണ്ട്. എന്നാൽ ബാക്കിയുള്ളതിനൊക്കെ ഒറ്റ എക്സിറ്റേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതിനൊരു എക്സിറ്റേ ഉള്ളൂ, ഇതിനൊരു എക്സിറ്റേ ഉള്ളൂ. എന്നാൽ ഇവിടെ എത്ര എക്സിറ്റ് ഉണ്ട്? 2 എക്സിറ്റുകൾ ഉണ്ട്. 2 എക്സിറ്റുകൾ കൊടുക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അവിടെ ഞാൻ ആൻസർ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലോ ചാർട്ടിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഫ്ലോ ചാർട്ട് ഒക്കെ എന്താ നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അതിന്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കലുണ്ട്. ഫ്ലോ ചാർട്ട് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും അല്ലെ. നിങ്ങളിപ്പം പേപ്പറിലൊക്കെ എന്തെങ്കിലും വാർത്തകൾ ഉണ്ടെങ്കിൽ ഫ്ലോ ചാർട്ടുകളൊക്കെ വെച്ചിട്ട്, ചിത്രങ്ങൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണുന്നില്ലേ. കാരണം ചിത്രങ്ങൾ വെച്ചിട്ട് വേഗം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ അല്ലെ, എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഇപ്പം പേപ്പറിലൊക്കെ റൂട്ട് മാപ്പുകളും കാര്യങ്ങളും വരച്ചിരുന്നില്ലേ, അത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ എഫക്റ്റീവ് അനാലിസിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഏകദേശം ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്തായിരിക്കും, എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. പിന്നെ എഫക്റ്റീവ് സിന്തസിസ്, ഈ സിന്തസിസ് എന്ന് പറയുന്നത് കുറച്ചൊരു അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ സബ് പാർട്ടുകളായിട്ടൊക്കെ ചിലപ്പോൾ സോൾവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ സബ് പാർട്ടുകളാക്കിയിട്ട് ചിലപ്പം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സബ് പാർട്ടുകൾക്കൊക്കെ ചിലപ്പോൾ ഫ്ലോ ചാർട്ട് വരക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എഫക്റ്റീവ് സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ സബ് പാർട്ടുകളായിട്ടാണ് സോൾവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സബ് പാർട്ടുകളൊക്കെ ഉള്ള ഫ്ലോ ചാർട്ട് വരച്ചിട്ട് ആ സബ് പാർട്ടിന്റെ ഫ്ലോ ചാർട്ടിനെ മെയിൻ പാർട്ടിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. കാരണം ഫ്ലോ ചാർട്ട് മെയിൻ പാർട്ടിലേക്കൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കണക്ടർ സിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് സിന്തസിസ് നടത്താൻ എളുപ്പമായിരിക്കും. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് സാധാരണ പരീക്ഷ ചോദിക്കാറില്ല, ജസ്റ്റ് ഈ പോയിന്റ്സ് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. അതാണ് എഫക്റ്റീവ് സിന്തസിസ്. അതുപോലെ മെയിൻ പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ പാർട്സ് ആക്കിയിട്ടാണ് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സബ് പാർട്സിന്റെ ഒക്കെ സൊല്യൂഷൻ വരച്ചിട്ട്, ഫ്ലോ ചാർട്ട് വരച്ചിട്ട് അതിനെ മെയിൻ പാർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അതാണ് എഫക്റ്റീവ് സിന്തസിസ്. എഫിഷ്യന്റ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാലോ, നമുക്ക് പ്രോബ്ലം സോൾവിങ്ങിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് അൽഗോരിതം എഴുതുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് വരക്കും? ഫ്ലോ ചാർട്ട് വരക്കും എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും അടുത്ത സ്റ്റെപ്പിൽ ഈ അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിനെ എന്താക്കി മാറ്റണം? പ്രോഗ്രാം ആക്കി മാറ്റണം. അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിനെ പ്രോഗ്രാം ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അൽഗോരിതത്തിനെ എടുത്തിട്ട് പ്രോഗ്രാം ആക്കുന്നതിലും എളുപ്പം ഫ്ലോ ചാർട്ടിനെ എടുത്തിട്ട് എന്താക്കുന്നതായിരിക്കും? പ്രോഗ്രാം ആക്കുന്നതായിരിക്കും. അതാണ് എഫിഷ്യന്റ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ. അൽഗോരിതം പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൽ എളുപ്പമാണ് ഫ്ലോ ചാർട്ടിനെ. കാരണം അതിന്റെ ലോജിക് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഫ്ലോ ചാർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഫ്ലോ ചാർട്ടിന്റെ 4 അഡ്വാൻറ്റേജസ്. ഈ പോയിന്റ്സ് പഠിച്ചൊക്കെ 2 മാർക്കിനാണ് ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുള്ളത്? ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്പ്ലനേഷൻ ഇതിന് ചോദിക്കാറില്ല. ഓക്കെ, ആൻഡ് അങ്ങനെയാണെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട്, ഇതും ഒരു 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്കറിയാലോ, ഫ്ലോ ചാർട്ട് വരക്കാന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്, ടൈം കൺസ്യൂമിങ് ആണ്. അത് മാത്രമല്ല, ഇപ്പൊ ചിത്രങ്ങൾ വരക്കുമ്പോൾ ചിത്രങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ, ചെറിയൊരു മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് ലോജിക്കില് അല്ലെങ്കിൽ ആൽഗോരിതത്തിലെ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിന്റെ ലോജിക്കിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു പുതിയ ഫ്ലോ ചാർട്ട് തന്നെ ഒരുപക്ഷെ എന്ത് ചെയ്യേണ്ടി വരും? വരക്കേണ്ടി വരും. ഇത് മറ്റൊരു ഡ്രോബാക്ക് ആണ്. അത് മാത്രമല്ല, ഇതിന് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഇത് ഇങ്ങനെ തന്നെ കറക്റ്റ് ആവണം എന്നത്. അതായത് ഇപ്പം പ്രോഗ്രാം ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, അതൊക്കെ അങ്ങനെ തന്നെ കൊടുത്താലേ വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ ഫ്ലോ ചാർട്ട് അങ്ങനെയല്ല. ഫ്ലോ ചാർട്ടിന് കൃത്യമായിട്ട് എത്രത്തോളം ഡീറ്റെയിൽസ് അതിലേക്ക് ആഡ് ചെയ്യണം, അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് മൂന്നുമാണ് ഫ്ലോ ചാർട്ടിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും നിങ്ങൾ 3 പോയിന്റ്സ്, ജസ്റ്റ് ടൈം കൺസ്യൂമിംഗ് ആണ്, മോഡിഫിക്കേഷൻ ഡിഫിക്കൽട്ട് ആണ്, നോ സ്റ്റാൻഡേർഡ്സ്, ഈ 3 പോയിന്റ്സ് തന്നെ പഠിച്ചാൽ മതി. ഇതിങ്ങനെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട്
വേണ്ടി വരില്ല, ജസ്റ്റ് 2 മാർക്കിനായിരിക്കും ഇത് അധികവും ചോദിക്കാറുള്ളത്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസും ഫ്ലോ ചാർട്ടിന്റെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കോഡിംഗ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. എങ്ങനെയാ കോഡിംഗ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിൽ, സോറി, കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹൈ ലെവൽ ലാംഗ്വേജിൽ യെസ് പ്രോഗ്രാം എഴുതുക അല്ലെ. നമ്മൾ അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് വരച്ചു വെച്ചിട്ടുണ്ടാവും, അതിന്റെ പ്രോഗ്രാം എഴുതുക, അതിനാണ് കോഡിംഗ് എന്ന് പറയുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. പ്രോസസ് ഓഫ് റൈറ്റിംഗ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്തിനായിരിക്കും? ടു സോൾവ് എ പ്രോബ്ലം, അതിനായിരിക്കും കോഡിംഗ് എന്ന് പറയുക. മക്കളെ കോഡിംഗ് നമ്മൾ ചെയ്യുക എന്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഹൈ ലെവൽ ലാംഗ്വേജസിലാണ്. ഹൈ ലെവൽ ലാംഗ്വേജസിന് എക്സാമ്പിൾ ഏതൊക്കെയാ? നമ്മൾ സാധാരണ നമ്മൾ പഠിക്കുന്ന +1 പഠിക്കുന്ന ലാംഗ്വേജ് C++ ആണ്. C++ കൂടാതെ സി ഉണ്ട്, ജാവ ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോഡിംഗ് ചെയ്യാം. ഓക്കെ, അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിനെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം ആക്കി മാറ്റിയാൽ മതി, അതിനാണ് കോഡിംഗ് എന്ന് പറയുക. അങ്ങനെയാണ്. വേറൊരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹൈ ലെവൽ ലാംഗ്വേജിലാണ് കോഡ് ചെയ്യുക. ഇതാണ് നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ മെഷീനിന് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം? ട്രാൻസ്ലേഷൻ ചെയ്യണം. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. അങ്ങനെയാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചത് ഇതൊന്നുമല്ല. ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള, അങ്ങനെയാണെങ്കിൽ ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിന് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഒരു പേര് വിളിക്കും. ആ പേരാണ് ഇവിടെ ചോദിച്ചത്. അതെന്താണ്? അത് സോഴ്സ് കോഡ് എന്നാണ് കേട്ടോ. ഓർത്ത് വെക്കുക. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് സോഴ്സ് കോഡ്. ഓക്കെ, അപ്പൊ ഇതിന് ആൻസർ വരിക സോഴ്സ് കോഡ് എന്നാണ്. ക്ലിയർ അല്ലേ? സോഴ്സ് കോഡ്. എന്നാൽ കഴിഞ്ഞില്ല, നമ്മൾ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റിയാൽ നമുക്ക് വേറൊരു പ്രോഗ്രാം കോഡ് കിട്ടുമല്ലോ. ആ കോഡിനെ നമ്മൾ വിളിക്കുന്ന പേരുകൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മെഷീൻ കോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, മെഷീൻ കോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന മെഷീൻ ലെവൽ ലാംഗ്വേജിന്റെ കോഡിലേക്ക് മെഷീന് മനസ്സിലാവുന്ന കോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ കോഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡ് എന്നാണ് വിളിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രാവശ്യം ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കൺസെപ്റ്റിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിനെ സോഴ്സ് കോഡ് എന്ന് വിളിക്കും. മെഷീൻ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിനെ മെഷീൻ കോഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡ് എന്ന് വിളിക്കും. ഓക്കെ, അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. പ്രോഗ്രാം ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് സോഴ്സ് കോഡ്, പ്രോഗ്രാം ഇൻ മെഷീൻ ലെവൽ ലാംഗ്വേജ് ചോദിച്ചാൽ അത് ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ മെഷീൻ കോഡാണ്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തുതന്നെയായിരിക്കും? അതായത് നമ്മൾ പഠിച്ചത് എന്താ? ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ നമ്മൾ പഠിച്ചത്? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് അല്ലെങ്കിൽ സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് മാറ്റുന്നതിനും അല്ല, ഈ ഒരു പരിപാടിക്കും നമ്മൾ എന്ത് തന്നെയായിരിക്കും വിളിക്കുക? ട്രാൻസ്ലേഷൻ എന്ന് തന്നെയാണ് വിളിക്കുക. കാരണം മെഷീൻ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിന്റെ വേറെ പേര് മാത്രമാണ് സോഴ്സ് കോഡ്. മെഷീൻ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിന്റെ വേറെ പേരാണ് മെഷീൻ കോഡിലേക്ക് ഒബ്ജക്റ്റ് കോഡ്. അപ്പോൾ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റുന്നതിനും നമ്മൾ വിളിക്കുന്ന പേര് വേറൊന്നുമല്ല, ദാറ്റ് ഇസ് കോൾഡ് ട്രാൻസ്ലേഷൻ. ഇതിന് നമ്മൾ എന്തിനാ വിളിക്കുക? ട്രാൻസ്ലേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഈ ഒരു ചിത്രം ഓർത്തിച്ചാൽ മതി. സോഴ്സ് കോഡ് ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റുന്നതിന് ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കും. അപ്പൊ സോഴ്സ് കോഡിന് അല്ലെ, സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള കോഡാണ് എന്ന് പറഞ്ഞാൽ C++ പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാം കോഡാണ്. ഒബ്ജക്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ മെഷീനിന് മനസ്സിലാവുന്ന മെഷീൻ ലെവൽ ലാംഗ്വേജിലുള്ള കോഡാണെന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് ഡീബഗിങ് എന്താണ്? ഇത് ഇങ്ങനെ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിന്റെ ഡെഫിനിഷൻ തന്നിട്ട് നമ്മളോട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് ചോദിക്കുക. അതായത് ഇങ്ങനെയാ പലപ്പോഴും ചോദിക്കുക. പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം ഈസ് കോൾഡ് ഡാഷ് എന്ന് ഇട്ടിട്ട് തരും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് എന്താണ്? ഡീബഗിങ് ആണ് അല്ലെ. പ്രോഗ്രാമിലുള്ള എറേഴ്സിനെയാണ് ബഗ്സ് എന്ന് പറയാ. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുന്നതിനാണ് ഡീബഗിങ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇവർ ചോദിക്കുന്നത് എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ മക്കളെ എന്തൊക്കെ ടൈപ്പ് എറേഴ്സ് ഉണ്ട് പ്രോഗ്രാമിൽ എന്നുള്ള ചോദ്യവും ഇവർ ചോദിക്കാം. അതായത് നമുക്ക് പ്രോഗ്രാമിൽ സാധാരണ ഉണ്ടാവാൻ സാധ്യതയുള്ളത് 3 ടൈപ്പ് എറേഴ്സ് ആണ്. ഫസ്റ്റത്തെ എററിനെയാണ് സിന്റാക്സ് എറർ എന്ന് പറയാം. രണ്ടാമത്തെ ടൈപ്പ് എററിനെയാണ് ലോജിക്കൽ എറർ എന്ന് പറയാം. ആൻഡ് മൂന്നാമത്തതാണ് റൺ ടൈം എറർ. എന്താ സിന്റാക്സ് എറർ? സിന്റാക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് ഓർത്താൽ മതി. അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആകുമ്പോൾ കുറെ റൂൾസ് ഉണ്ടാവും അല്ലെങ്കിൽ സിന്റാക്സ് ഉണ്ടാവും അല്ലെ. കൊമ വേണം, സെമിക്കോളം വേണം. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഓരോ റൂൾസ് ഉണ്ടാവും. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഓരോ റൂൾസ് അല്ലെങ്കിൽ സിന്റാക്സ് ഉണ്ടാവും. അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, അത് വയലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് സിന്റാക്സ് എറർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സെമിക്കോളം വേണ്ടെടുത്ത് സെമിക്കോളം വിട്ടുപോകുക, വാരിയബിൾ ഡിഫൈൻ ചെയ്യാതെ പ്രോഗ്രാം ചെയ്യുക,
ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്, സിൻടാക്സ് എററിന് എക്സാമ്പിൾസ് ആണ്. എന്നാൽ വേറെ ടൈപ്പ് എറർ ഉണ്ട്, ലോജിക്കൽ എറർ. സിൻടാക്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, കുത്തും കൊമയും സെമിക്കോളനൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ പ്രോഗ്രാമിന്റെ ലോജിക്ക് എന്താവണമെന്നില്ല, കറക്റ്റ് ആവണമെന്നില്ല. ഇംപ്രോപ്പർ പ്ലാനിങ്, ലോജിക്കിന്റെ പ്ലാനിങ്ങിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്ന എറർ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളോട് ഇപ്പോൾ A+B, അതായത് രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള പ്രോഗ്രാം എഴുതാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ എയും ബിയും, എയിലും ബിയിലും ആണ് രണ്ട് നമ്പേഴ്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ A+B എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്തങ്ങ് ഉപയോഗിച്ചു പോയി, A-B അങ്ങ് ഉപയോഗിച്ചു പോയി. അപ്പൊ സിൻടാക്സ് ഒന്നും നോക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ. അതായത് ഇപ്പോ ഞാനിപ്പോ രണ്ട് നമ്പേഴ്സിന്റെ എന്താ പറയാ ഡിഫറൻസ് ആ കാണാൻ പറഞ്ഞത്. അപ്പോൾ ആ ഡിഫറൻസ്, രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ഞാൻ എക്സിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് എഴുതിപ്പോയി, x=A+B. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സ് കൂട്ടണം, A+B ആ കാണേണ്ടത്, അത് എക്സിലേക്ക് സ്റ്റോർ ചെയ്യണം. പക്ഷെ നിങ്ങൾ അതിന് പകരം x=A-B എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ സെമി കോളൻ ഇടുന്നുണ്ട്, ഇവിടെയും സെമി കോളൻ ഇടുന്നുണ്ട്. അപ്പൊ സിൻടാക്സിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളോട് A+B കാണാൻ പറഞ്ഞു, അത് എക്സിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ x=A+B സെമിക്കോളൻ എഴുതേണ്ടത്, പക്ഷെ അതിന് പകരം x=A-B സെമിക്കോളൻ എഴുതിപ്പോയി. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല കിട്ടുക. അങ്ങനെയുള്ള എറേഴ്സിനെയാണ് ലോജിക്കൽ എറർ എന്ന് പറയാം. ഓക്കെ, അതായത് സിൻടാക്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് കിട്ടൂല, ലോജിക്കലി മിസ്റ്റേക്ക് ഉണ്ടാവും. അതാണ് ലോജിക്കൽ എറർ. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ, സിൻടാക്സ് എറർ ഓക്കെ, ലോജിക്കൽ എറർ ഒക്കെ ഓക്കെ, എന്നാലും പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ മക്കളെ, നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് എറേഴ്സ് വരാറുണ്ട്. അങ്ങനെയുള്ള എറേഴ്സിനെയാണ് റൺ ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ ഗെയിമുകൾ ഉണ്ടാവില്ലേ, പല ഗെയിമുകളും, അതൊക്കെ എത്ര ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്നിട്ടും നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് എറേഴ്സ് വന്നിട്ട് താനെ അത് ഓഫായി പോവാറൊക്കെ ഇല്ലേ? അപ്പൊ പ്രോഗ്രാമിങ്ങിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചിലപ്പോൾ എറേഴ്സ് വരും. അങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ റൺ ടൈം എറർ എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ ഡിവിഷൻ ബൈ സീറോ, അതായത് ഏതെങ്കിലും കേസിൽ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഏതെങ്കിലും പ്രോഗ്രാമിൽ ഉണ്ടായാൽ ഓൺ ദ സ്പോട്ടിൽ ആ പ്രോഗ്രാം സ്റ്റക്ക് ആവും. അങ്ങനെയുള്ള എറേഴ്സിനെയാണ് റൺ ടൈം എറേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പ് എറേഴ്സ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് എഴുതാൻ ചോദിച്ചാൽ ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക, എഴുതി വെക്കുക. ഓരോന്നിനും എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ എക്സാമ്പിളും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിൻടാക്സ് എറർ ആൻഡ് ലോജിക്കൽ എറർ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താ സാർ അതിനെന്താ? അപ്പോൾ രണ്ടിന്റെ ഡെഫിനിഷൻ എഴുതിയാൽ പോരെ, മതി. അതായത് സിൻടാക്സ് എററിന്റെയും ലോജിക്കൽ എററിന്റെയും ഒരു ഡിഫറൻസ് ചോദിച്ചാൽ, 2 മാർക്കിന് ചോദിച്ചാൽ 2 ഡിഫറൻസ് എഴുതിയാൽ മതി. ഫസ്റ്റത്തെ ഡിഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡെഫിനിഷൻ തന്നെ എഴുതി വെക്കാം, രണ്ടിന്റെയും ഡെഫിനിഷൻ. എന്നാൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുന്നത്, അതായത് കമ്പൈലർ ഉണ്ടല്ലോ, ഈ കമ്പൈലർ ആണ് ഈ എറേഴ്സ് ഒക്കെ കാണിച്ചു തരുന്ന ആള്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു പോകുന്നുണ്ടല്ലോ, പ്രോഗ്രാമിലുള്ള എറേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യുക. ആക്ച്വലി ഈ ഡീബഗ്ഗിങ്ങിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ഒരു സംശയം ഇല്ലാതെ പറയണം, കമ്പൈലർ. നിങ്ങൾ എങ്ങനെയാ ഡീബഗ് ചെയ്യുന്നത്? കമ്പൈലർ ആണ് കുറെയൊക്കെ എറേഴ്സ് ഒക്കെ കാണിച്ചു തരിക. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്പൈലർ അങ്ങനെ എല്ലാ എറേഴ്സും കാണിച്ചു തരില്ല. ഈ സിൻടാക്സ് എറർ ആര് കാണിച്ചു തരും? കമ്പൈലർ കാണിച്ചു തരും. എന്നാൽ ലോജിക്കൽ എറർ ഒരിക്കലും ആര് കാണിച്ചു തരില്ല? കമ്പൈലർ കാണിച്ചു തരില്ല. അത് ആര് തന്നെ ഐഡന്റിഫൈ ചെയ്യണം? പ്രോഗ്രാമർ ഇറ്റ്സെൽഫ് തന്നെ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെയുള്ള എറേഴ്സ്, അതാണ് ലോജിക്കൽ എററിന്റെ പ്രത്യേകത. ലോജിക്കൽ എറർ എന്ന് പറയുമ്പോൾ പ്രോഗ്രാമർ എന്നെ നോക്കി, അതായത് ഇപ്പൊ A+B ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്, കമ്പൈലർ എങ്ങനെ അറിയും? നമ്മൾ x=A-B എന്ന് എഴുതിയാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ലോജിക്കൽ എറർ പ്രോഗ്രാമർ എന്നെ നോക്കി കണ്ടുപിടിക്കാൻ തന്നെ വേണം. അതാണ് രണ്ടിന്റെയും ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഇത് 2024 മോഡൽ എക്സാമിന് 3 മാർക്കിന്റെ ചോദ്യമാണ്. നോക്കിയേ, ഇത് 3 സിറ്റുവേഷൻ തന്നിട്ട് ഓരോന്നിൽ വരുന്ന ടൈപ്പ് ഓഫ് എറർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ റൂൾസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് എററാന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അതെന്താണ്? അത് സിൻടാക്സ് എറർ ആണ്. അങ്ങനെയാണെങ്കിൽ പ്ലസ് ഓപ്പറേറ്റർ, കാരണം ഇതൊരു നല്ല ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ്. കൺസെപ്റ്റ് അറിയാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഞാൻ പറയുന്നത്, ഈ വീഡിയോ കാണുന്നവർക്ക് A+ കിട്ടും എന്ന് പറയാൻ കാരണം, ഞാൻ വെറുതെ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യല്ല ചെയ്യുന്നത്. കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. കൺസെപ്റ്റ് ഉള്ളവർക്ക് മാത്രമേ എക്സാമിന് A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. വെറുതെ തലേന്ന് ഇരുന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് എന്തൊക്കെയോ പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് കൺസെപ്റ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിന് ഇതുപോലെയുള്ള വീഡിയോസ് തന്നെ നിങ്ങൾ കാണണം, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ പഠിക്കുക തന്നെ വേണം. കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് A+ കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നതിന് പകരം മൈനസ് ഓപ്പറേറ്റർ ആണ് ഉപയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് ഏത് എററാന്ന് ചോദിച്ചാൽ അത് ലോജിക്കൽ എറർ ആണ്. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാണ്, പഠിക്കുന്നത് ക്ലിയർ ആണെങ്കിൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യൽ എന്തായിരിക്കും? വളരെ സിമ്പിൾ ആയിരിക്കും. യൂസർ എന്റർ ദ വാല്യൂ 0 ഫോർ ദ വാരിയബിൾ സി. ശരിക്കും ശ്രദ്ധിച്ചാലേ ഇതൊക്കെ കിട്ടുള്ളൂ. സി എന്ന് പറയുന്ന വാരിയബിളിന്റെ വാല്യൂ ആയിട്ട് യൂസർ 0 കൊടുത്ത്,
in the statement a equal to b by c, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് a equal to b by c ആണ്. പക്ഷേ ഇവര് പറയുന്നുണ്ട് സിക്ക് എന്ത് വാല്യൂ കൊടുത്തു എന്ന് പറയുന്നുണ്ട്, സിക്ക് 0 വാല്യൂ കൊടുത്തു. അപ്പൊ സിക്ക് 0 ആണെങ്കിൽ ബിനെ നമ്മൾ 0 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നേ. അപ്പൊ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഡിവിഷൻ ബൈ 0 അല്ലേ സംഭവിക്കുന്നത്. 0 കൊണ്ടല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നോക്കുന്നത്. 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൽ ഏത് കേസിലും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് എറർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക? യെസ്, അത് റൺ ടൈം. കാരണം റൺ ടൈമിലാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരിക. പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരിക. ആൻഡ് അങ്ങനെയുള്ള എറേഴ്സ് എന്തിന് എക്സാമ്പിൾ ആണ്? റൺ ടൈം എറേഴ്സിന് എക്സാമ്പിൾ ആണ്. കാര്യം ശരിക്കും മനസ്സിലാക്കുക, ഇത് റൺ ടൈം എററിന് എക്സാമ്പിൾ ആണ്. ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുക. എക്സാമ്പിൾസ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് സിൻടാക്സ് എറർ ഒക്കേഴ്സ്. സിൻടാക്സ് എറർ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് എഴുതാൻ. അപ്പൊ അവര് ഉദ്ദേശിച്ചത് സിൻടാക്സ് എററിന്റെ എക്സാമ്പിൾ എഴുതാനാണ്. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷൻസ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സെമിക്കോളം വിട്ടുക, വാരിയബിൾ ഡിഫൈൻ ചെയ്യാതിരിക്കുക, അതൊക്കെയാണ് സിൻടാക്സ് എറർ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അത് ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കാര്യം ക്ലിയർ ആയിരിക്കണം, കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. കൺസെപ്റ്റ് ക്ലിയർ ഉള്ള ആയവർക്ക് മാത്രം പറഞ്ഞതാണ് ഈ ഫുൾ മാർക്കും എ പ്ലസും ഒക്കെ. ബാക്കിയുള്ളവർക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും, പക്ഷെ കൺസെപ്റ്റ് ക്ലിയർ ആവുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൺ ടൈം എറർ ഏത് സ്റ്റേജിലാണ് വരുന്നത്? അതും നല്ലൊരു ചോദ്യമാണല്ലോ. റൺ ടൈം എറർ നോക്കിയേ. റൺ ടൈം എറർ എന്ന് പറയുമ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ, അത് എക്സിക്യൂഷൻ സ്റ്റേജിലായിരിക്കില്ലേ വരിക. യെസ്, അപ്പൊ അത് എക്സിക്യൂഷൻ കോഡിങ്ങിലല്ല എന്ന് നമുക്കറിയാം, ട്രാൻസ്ലേഷൻ സ്റ്റേജിലല്ല എന്നറിയാം, ഡീബഗിങ് ഒന്നുമല്ല, എക്സിക്യൂഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 2 ടൈപ്സ് ഓഫ് ഡോക്യുമെന്റേഷൻ നമ്മൾ പറഞ്ഞു, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡോക്യുമെന്റേഷന്റെ ടൈപ്സ് പരീക്ഷയ്ക്ക് പല തവണ ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഡോക്യുമെന്റേഷന്റെ ടൈപ്സ് ഒക്കെ ചോദിച്ചാൽ ഒരു 3 മാർക്കിലൊക്കെ ചോദിച്ചാൽ ആദ്യം ഡോക്യുമെന്റേഷൻ എന്താണെന്ന് ചാമ്പിക്കും. എന്താ മക്കളെ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ? സേവിങ് ദ പ്രോഗ്രാം ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. അത് അടിച്ചു വെച്ചോ. പിന്നെ 2 ടൈപ്പ് ഡോക്യുമെന്റേഷൻ ഉണ്ട് എന്ന് പറയാം, ഇന്റേണൽ ഡോക്യുമെന്റേഷൻ, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, നമ്മൾ കമന്റ്സ് ഒക്കെ ആയിട്ട് സോഴ്സ് കോഡിൽ തന്നെ ഈ പ്രോഗ്രാം എന്താണെന്നൊക്കെ ജസ്റ്റ് എഴുതി വെക്കുക, അതാണ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ. എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൽ തന്നെ, അതായത് സോഴ്സ് കോഡിൽ തന്നെ ഇതിലല്ല, സെപ്പറേറ്റ് അതിന്റെ വേറെ പേപ്പറിലൊക്കെ ആയിട്ട് സിസ്റ്റം മാനുവൽ, യൂസർ മാനുവൽ പോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കലാണ് എന്ത്? എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ. ഇനി നമുക്ക് കുറെ അൽഗോരിതംസ്, ഫ്ലോ ചാർട്ട്, ഇതാണ് പലരെയും പേടിപ്പിക്കുന്ന ഒരു സംഭവം. ഈ ചാപ്റ്റർ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരുപാട് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ കോൺഫിഡന്റ് ആയിരിക്കും, ഒരു സംശയമില്ല. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, സമ്മും ആവറേജും 3 നമ്പേഴ്സിന്റെ സമ്മും ആവറേജും കാണുന്ന അൽഗോരിതം എഴുതാൻ. എങ്ങനെയാ എഴുതുക? 3 നമ്പേഴ്സിന്റെ സമ്മും ആവറേജും കാണുന്ന അൽഗോരിതം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇൻപുട്ട് ABC എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സിന്റെ സമ്മും ആവറേജും കാണണം. അപ്പൊ ആ 3 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ ഞാൻ 3 വാരിയബിൾസ് എടുക്കുന്നുണ്ട് അല്ലെ. നമുക്ക് അൽഗോരിതത്തിൽ വാരിയബിൾസ് എടുക്കാലോ, വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ. അപ്പൊ 3 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ 3 വാരിയബിൾസ്. ഇൻപുട്ട് ABC എന്ന് പറഞ്ഞാൽ ആ 3 നമ്പേഴ്സ് എടുക്കാനാണ് പറയുന്നത് ഇൻപുട്ട് ആയിട്ട് അല്ലെ. അപ്പൊ ആ 3 നമ്പേഴ്സ് എയിലും ബിയിലും സിയിലും സ്റ്റോർ ചെയ്യണം. അപ്പൊ ഫസ്റ്റത്തെ നമ്പർ 5 ആണെങ്കിൽ അത് എയിൽ വരും, രണ്ടാമത്തെ നമ്പർ 6 ആണെങ്കിൽ ബിയിൽ വരും, മൂന്നാമത്തെ നമ്പർ ഇപ്പൊ 7 ആണെങ്കിൽ സിയിൽ വരും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് സമ്മോ ആവറേജും അല്ലേ കാണണ്ടേ. സമ്മ് ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഒരു വാരിയബിൾ വേറെ എടുക്കുന്നുണ്ട്, സമ്മ് സ്റ്റോർ ചെയ്യാൻ എസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സമ്മ് എങ്ങനെയാ കാണുക? എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അപ്പൊ എയും ബിയും സിയും കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക? 11 7 18 കിട്ടുക. അപ്പൊ 18 എന്ന് പറയുന്ന വാല്യൂ ഇങ്ങോട്ട് വരും, എസ്സിൽ വരും. ഇനി ആവറേജ് കാണണം. ഇങ്ങനെ ആവറേജ് കാണാം. ഈ 18 അല്ലെ, എസ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആവറേജ് കിട്ടൂലേ? 18/3 എത്രയാ വരിക? 6 ആണ് വരിക. ഓക്കെ, അപ്പൊ ആവറേജ് സ്റ്റോർ ചെയ്യാൻ ഞാൻ എന്ത് എടുക്കുന്നുണ്ട്? AVG എന്ന് പറയുന്ന വേറെ വാല്യൂ എടുക്കുന്നുണ്ട്. ആ AVGയിൽ 18/3 ആയിട്ടുള്ള ആവറേജ് 6 കിട്ടും. ഓക്കെ, 6 സ്റ്റോർ ചെയ്തു. അപ്പൊ നമ്മളോട് സമ്മും ആവറേജും കാണാനുള്ള അൽഗോരിതം എഴുതാൻ പറഞ്ഞു. അപ്പൊ ഇത് മാത്രം വെറുതെ കണ്ടുവച്ചിട്ട് കാര്യമില്ല, ഇത് രണ്ടും പ്രിന്റ് ചെയ്യുക. ഓക്കെ, പ്രിന്റ് എസും പ്രിന്റ് ചെയ്യുക, AVGയും പ്രിന്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ എന്തിനുള്ള അൽഗോരിതം? സമ്മും ആവറേജും 3 നമ്പേഴ്സിനെ കാണാനുള്ള അൽഗോരിതം. മക്കളെ, സെയിം സംഭവത്തിന്റെ ഫ്ലോ ചാർട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സെയിം സംഭവം, 3 നമ്പേഴ്സിന്റെ സമ്മും ആവറേജും കാണുന്ന സെയിം സംഭവത്തിന്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാ ചെയ്യുക? നേരത്തെ സംഭവത്തിന് ജസ്റ്റ് ഒന്ന് ഫ്ലോ ചാർട്ട് ആക്കിയാൽ മതി. സ്റ്റാർട്ടിന് ഈ സിമ്പിൾ വെച്ച് വരച്ചു. ഇൻപുട്ട് ABC ഇൻപുട്ട് ആയതുകൊണ്ട് പാരലലോഗ്രാമിൽ വരച്ചു. സമ്മും ആവറേജും കാണണം. ഇത് രണ്ടും പ്രോസസ് ആയതുകൊണ്ട് ഒരുമിച്ച് ഒരു റെക്റ്റാങ്കിൾ, കാരണം ഇവിടെ എന്തോ കാൽക്കുലേഷൻ അല്ലേ ചെയ്യുന്നത്, സമ്മ് കാണുന്ന ആവറേജ് കാണും. അപ്പൊ അത് രണ്ടും ഒരേ പരിപാടിയാണ്, രണ്ടും പ്രോസസ് ആയതുകൊണ്ട് രണ്ടും ഒറ്റ ബോക്സിൽ റെക്റ്റാങ്കിൾ വരച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ട് സെപ്പറേറ്റ് റെക്റ്റാങ്കിൾ വരക്കാം, എന്നാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ആവറേജും സമ്മും എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക.
ഇത്രയേ ഉള്ളൂ മൂന്ന് നമ്പേഴ്സിന്റെ സമ്മും ആവറേജും കാണുന്ന പ്രോഗ്രാം. റൈറ്റ് എ പ്രോഗ്രാം, മൂന്ന് നമ്പേഴ്സിന്റെ സമ്മും ആവറേജും കാണുന്ന ഫ്ലോ ചാർട്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ചോദ്യം നോക്കിയേ. റൈറ്റ് ആൻ അൽഗോരിതം ഓർ ഡ്രോ എ ഫ്ലോ ചാർട്ട്. ഓർ എന്ന് ചോദിക്കും, ചിലപ്പോൾ ആൻഡ് ചോദിക്കും, എന്ന് പറഞ്ഞാൽ രണ്ടും വേണം എന്നുള്ള രീതിയിൽ. അൽഗോരിതം വേണം, ഫ്ലോ ചാർട്ടും വേണം എന്നുള്ള രീതിയിൽ ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് അൽഗോരിതമോ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടോ അങ്ങനെയൊക്കെ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ. ഒരു റെക്ടാംഗിൾ, ചതുരം അല്ലെ, ചതുരം തന്നെയല്ലേ അതിന് മലയാളത്തിൽ പറയാ, റെക്ടാംഗിൾ. ഒരു റെക്ടാംഗിളിന്റെ ഏരിയയും കണ്ടുപിടിക്കണം, പെരിമീറ്ററും കണ്ടുപിടിക്കണം. ഏരിയയും കണ്ടുപിടിക്കണം, പെരിമീറ്ററും കണ്ടുപിടിക്കണം. ഇത് രണ്ടും കണ്ടുപിടിക്കാനുള്ള അൽഗോരിതം ഫ്ലോ ചാർട്ട്. അപ്പൊ ചിലപ്പോൾ അൽഗോരിതം ആയിരിക്കും, ചിലപ്പോൾ ഫ്ലോ ചാർട്ട് ആയിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് രണ്ടും പഠിക്കുക എന്നുള്ളതാണ്. അൽഗോരിതം പഠിക്കണം, ഫ്ലോ ചാർട്ടും പഠിക്കണം. എനിവേ ഞാൻ ചോദിക്കട്ടെ, ഒരു റെക്ടാംഗിളിന്റെ ഏരിയ കാണാൻ, റെക്ടാംഗിളിന്റെ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും ആണെങ്കിൽ ഏരിയ എങ്ങനെയാ കാണാം? ലെങ്ത്തും ബ്രെഡ്ത്തും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, എൽ ഇൻറ്റു ബി, ഇത്രയേ ഉള്ളൂ. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2 ടൈംസ് 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഇതല്ലേ നമ്മളെ പെരിമീറ്ററും ഏരിയയും കാണാനുള്ള ഇക്വേഷൻ. എടാ, ഈ ഇക്വേഷനെ ജസ്റ്റ് ഒരു അൽഗോരിതം ഫ്ലോ ചാർട്ട് ആക്കി കൊടുത്താൽ പോരെ. എങ്ങനെയാ ചെയ്യുക? ഏരിയ കാണാനും പെരിമീറ്റർ കാണാനുള്ള അൽഗോരിതം ആണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇൻപുട്ട് എൽ ബി, അതായത് ഇപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടണമല്ലോ. അപ്പൊ ലെങ്ത് സ്റ്റോർ ചെയ്യാൻ എൽ എന്ന് പറയുന്ന വാരിയബിൾ, ലെങ്ത് സ്റ്റോർ ചെയ്യാൻ എൽ എന്ന് പറയുന്ന വാരിയബിൾ, അതുപോലെ തന്നെ ബ്രെഡ്ത്ത് സ്റ്റോർ ചെയ്യാൻ ബി എന്ന് പറയുന്ന വാരിയബിൾ. ഓക്കെ, അപ്പൊ ഇൻപുട്ട് എൽ ബി എന്ന് പറഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തും സ്റ്റോർ ചെയ്യും. ലെങ്ത് ഇപ്പം 10ഉം ബ്രെഡ്ത്ത് ഇപ്പം 3ഉം ആണ്, രണ്ടും സ്റ്റോർ ചെയ്യും. അതിനുശേഷം പെരിമീറ്റർ വേരിയം കാണാം. പെരിമീറ്റർ ഞാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വാരിയബിൾ എടുക്കുകയാണ്, പി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പി എന്ന് പറഞ്ഞിട്ട് പെരിമീറ്റർ അതിലാണ് സ്റ്റോർ ചെയ്യുന്നത്. 2 ടൈംസ് എൽ പ്ലസ് ബി. ഇത് വെച്ചിട്ട് എന്ത് കാണും? പെരിമീറ്റർ കാണും. അപ്പൊ പെരിമീറ്ററിന്റെ വാല്യൂ പിയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് എൽ ഇൻറ്റു ബി, എല്ലും ബി മൾട്ടിപ്ലൈ ചെയ്ത്. ഓക്കെ, അപ്പൊ ഏരിയ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടാവും? എയിലുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ രണ്ട് സ്റ്റെപ്പ് വർക്ക് ചെയ്താൽ പെരിമീറ്റർ പിയിലും ഉണ്ടാവും, ഏരിയ എവിടെ ഉണ്ടാവും? എയിലും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഈ പിയും എയും നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രിന്റ് ചെയ്താൽ മതി. പിയിലും എയിലും വാല്യൂ ഉണ്ടാവും. പെരിമീറ്റർ ആയിട്ട് എത്രയാന്ന് വെച്ചാൽ വാല്യൂ ഉണ്ടാവും, ഏരിയ എത്രയാന്ന് വെച്ചാൽ വാല്യൂ ഉണ്ടാവും. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് എന്താ പറയാ, ഏരിയയും പെരിമീറ്ററും, റെക്ടാംഗിളിന്റെ ഏരിയയും പെരിമീറ്ററും കാണുന്ന അൽഗോരിതം. ഫ്ലോ ചാർട്ട് വെച്ചാൽ ചിത്രാക്കിയാൽ മതി. സ്റ്റാർട്ടിങ്ങിനെ വരക്കും. ഇൻപുട്ട് ആയതുകൊണ്ട് എൽ ബി, ഇൻപുട്ട് ആയതുകൊണ്ട് പാരലലോഗ്രാമിൽ. പിന്നെ പെരിമീറ്ററും ഏരിയയും കാണുന്നത് രണ്ടും ഒരേ പരിപാടിയായതുകൊണ്ട് അടുപ്പിച്ച് വരുന്നതുകൊണ്ട് രണ്ടും ഞാൻ റെക്ടാംഗിളിൽ അങ്ങ് വരച്ചു. പിന്നെ ഏരിയയും പെരിമീറ്ററും പ്രിന്റ് ചെയ്യണം, അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫ്ലോ ചാർട്ട് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടോ, വേറൊരു ചോദ്യം. അൽഗോരിതം, ഫ്ലോ ചാർട്ട് നമ്മൾ രണ്ടും പഠിക്കും. ഏതാണ് ചോദിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ ആൻസർ ചെയ്ത. ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് എമോങ് 2 നമ്പേഴ്സ്. മക്കളെ, രണ്ട് നമ്പേഴ്സ് തന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ 5ഉം ഒരു നമ്പർ 10. ഇതിൽ ഏതാ വലുത്? യെസ്, 10 ആണ് വലുത്. അപ്പൊ ഇതുപോലെ ഏത് രണ്ട് നമ്പർ തന്നാലും നമുക്ക് കണ്ടുപിടിക്കണം ഏതാണ് വലുത് എന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെയും ആലോചിക്കുക, ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. രണ്ട് സ്റ്റുഡൻസ്, രണ്ട് കുട്ടികളുടെ ഹൈറ്റ്, അതിലാർക്കാണ് ഹൈറ്റ് കൂടുതൽ? ലാർജസ്റ്റ് ഹൈറ്റ്. ഒരു കുട്ടീന്റെ ഹൈറ്റ് 150, വേറൊരു കുട്ടീന്റെ ഹൈറ്റ് 140 സെന്റിമീറ്റർ. ഇതിൽ ഏതിനാ ഹൈറ്റ് കൂടുതൽ? ഇതാണ് ഹൈറ്റ്. ഇത് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമാണ്, എന്താണ്, അൽഗോരിതം ഫ്ലോ ചാർട്ടാണ് നമ്മൾ വരക്കേണ്ടത്. ആദ്യം ഞാൻ ഫ്ലോ ചാർട്ട് പറഞ്ഞുതരാം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ രണ്ട് കുട്ടികളുടെ ഹൈറ്റിൽ വലുത് കാണുന്ന രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതിപ്പോ രണ്ട് നമ്പേഴ്സ് ആയാലും പ്രശ്നമൊന്നുമില്ല, സെയിം ഫ്ലോ ചാർട്ട് തന്നെയാണ് വരിക. രണ്ട് നമ്പേഴ്സിൽ വലുതായാലും. സ്റ്റാർട്ട് ചെയ്തു. രണ്ട് കുട്ടികളുടെ ഹൈറ്റിൽ വലുത് കാണണം. അപ്പൊ രണ്ട് കുട്ടികളുടെ ഹൈറ്റ് കിട്ടണ്ടേ? H1ൽ H2ലും സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമുക്ക് നോക്കണം ഇതിലായിരിക്കും ഹൈറ്റ് കൂടുതൽ. അപ്പൊ ജസ്റ്റ് ഒരു കണ്ടീഷൻ അങ്ങ് കൊടുത്തു, ഇഫ് H1 ഗ്രേറ്റർ ദാൻ H2. ഈ കണ്ടീഷൻ ശരിയാവാം, തെറ്റാവാം. ഈ കണ്ടീഷൻ യെസ് ആണെങ്കിൽ, ശരിയാണെങ്കിൽ, എടാ ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ H1 ആണ് വലുത് എന്നല്ലേ അർത്ഥം. അപ്പൊ ഞാൻ എന്ത് പ്രിന്റ് ചെയ്യും? H1 ആണ് ലാർജസ്റ്റ്, അല്ലെങ്കിൽ H1നാണ് ഹൈറ്റ് കൂടുതൽ. പ്രിന്റ് ചെയ്തിട്ട് സ്റ്റോപ്പിലേക്ക് വന്നു. എന്നാൽ ഈ കണ്ടീഷൻ തെറ്റാണെങ്കിലോ? തെറ്റാനും ചാൻസ് ഇല്ലേ? തെറ്റാണെങ്കിലോ ഞാൻ എന്ത് പ്രിന്റ് ചെയ്യും? H2 ആണ് വലുത് എന്നുള്ളത് പ്രിന്റ് ചെയ്യും. എന്നിട്ടായിരിക്കും സ്റ്റോപ്പിലേക്ക് വരുന്നത്. മനസ്സിലായോ? ഈ രീതിയിലാണ് രണ്ട് നമ്പേഴ്സിൽ ലാർജസ്റ്റ് കാണുക, അല്ലെങ്കിൽ രണ്ട് സ്റ്റുഡൻസിന്റെ ഹൈറ്റിൽ വലിയ ഹൈറ്റ്, ആർക്കാണ് ഹൈറ്റ് കൂടുതൽ എന്ന് കണ്ടുപിടിക്കുക. അതൊക്കെ നമ്മൾ ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഈ സെയിം സംഭവത്തിനാണ് ഫ്ലോ ചാർട്ടിന് അൽഗോരിതം. ജസ്റ്റ് നോക്കിയാലോ, സ്റ്റാർട്ട് H1 H2 ഇൻപുട്ട്. അൽഗോരിതം പിന്നെ എളുപ്പമാണ്. ഇഫ് H1 ഗ്രേറ്റർ ദാൻ H2 then എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? H1. എൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യുക? H2 അല്ലെ? അപ്പൊ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ഭാഗം ഇഫ് H1 ഗ്രേറ്റർ ദാൻ H2 then print H1 else print H2. ഇത്രയും ഭാഗം ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്.
ഈ ബ്ലോക്ക് ഇവിടെ അവസാനിച്ചു എന്ന് വെറുതെ ഒന്ന് എഴുതുകയാണ്, എൻഡ് ഓഫ് ഈഫ്. ഇവിടെ തുടങ്ങിയ ഈഫ് ഇവിടെ അവസാനിച്ചു. നിർബന്ധമുള്ള കാര്യമല്ല, ഈ സ്റ്റെപ്പ് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷണൽ ആണ്, നിർബന്ധമുള്ള സ്റ്റെപ്പ് അല്ല. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. കാരണം നോക്ക്, ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ H1 അല്ലെങ്കിൽ H2 അല്ലെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ബ്ലോക്ക് ഇവിടെ തീർന്നു എന്ന് കാണിക്കാൻ എൻഡ് ഓഫ് ഈഫ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ആ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അൽഗോരിതം ഓർ ഫ്ലോ ചാർട്ട് ടു പ്രിന്റ് നമ്പേഴ്സ് ഫ്രം 1 to 10, 1 to 100, ഇതൊക്കെ സ്ഥിരം വരുന്ന ചോദ്യങ്ങളാണ്. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ്, 1, 2, 3, 4, ഇങ്ങനെ 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 ഏടം വരെ പ്രിന്റ് ചെയ്യണം എന്നറിയോ? 100 വരെ പ്രിന്റ് ചെയ്യണം. എങ്ങനെയാ പ്രിന്റ് ചെയ്യുക? വെരി സിമ്പിൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന അൽഗോരിതം ആണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അൽഗോരിതം അല്ല, നമ്മൾ ഫ്ലോ ചാർട്ട് ആണ് വരക്കുന്നത് കേട്ടോ. ഫ്ലോ ചാർട്ട് ആണ് വരക്കുന്നത്. ഫ്ലോ ചാർട്ട് വരച്ചതിന് ശേഷം നമുക്ക് അൽഗോരിതം പറയാം. ഓക്കെ, n = 1 ആക്കി. ഒന്നുമില്ല, വെറുതെ ജസ്റ്റ് n എന്ന് പറയുന്ന ഒരു വാരിയബിൾ അത് 1 ആക്കി. എന്നിട്ട് n പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ n ഇപ്പൊ 1 ആണല്ലോ, ഇപ്പൊ 1 പ്രിന്റ് ചെയ്യും. n = n+1 എന്ന് പറഞ്ഞാൽ n ന്റെ വാല്യൂ ഇപ്പൊ കൂട്ടിയിട്ട് എത്രയാക്കുക? 2 ആക്കുക. n ന്റെ വാല്യൂ 1 കൂട്ടുക, അതാണ് n = n+1 എന്ന് പറഞ്ഞാൽ. n 2 ആക്കുക. എന്നിട്ട് ഈ കണ്ടീഷൻ നോക്കും, n<100 ആണോ? 2<100 ആണ്. ആണെങ്കിൽ യെസ് ആണെങ്കിൽ എങ്ങോട്ട് പോകും? നേരെ വീണ്ടും കണ്ടോ, n പ്രിന്റ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോകും. n പ്രിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ n ന്റെ വാല്യൂ ഇപ്പൊ 2 ആണ്, അപ്പൊ 2 എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ വീണ്ടും n = n+1, n എത്രയാവും? 3 ആവും. ഓക്കെ, എന്നിട്ട് വീണ്ടും നോക്കും, കണ്ടീഷൻ ശരിയാണോ? n ഇപ്പൊ 3 അല്ലേ, അപ്പൊ 3<100 ആണോ? ആണ്. യെസ് ആണ്. വീണ്ടും എങ്ങോട്ടേക്ക് പോകും? n പ്രിന്റ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോകും. n ന്റെ വാല്യൂ ഇപ്പൊ 3 ആണ്, അപ്പൊ 3 പ്രിന്റ് ചെയ്യും അല്ലെ. n = n+1 എന്ന് പറഞ്ഞാൽ n പിന്നെ എത്രയാവും? 4 ആവും. ഓക്കെ, പിന്നെ 4<100 ആണോ? ആണ്. ആണെങ്കിൽ വീണ്ടും n പ്രിന്റ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോകും. അപ്പൊ വീണ്ടും n ന്റെ വാല്യൂ ഇപ്പൊ 4 ആയതുകൊണ്ട് 4 പ്രിന്റ് ചെയ്യും. എടാ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യൂലേ? എവിടം വരെ കണ്ടിന്യൂ ചെയ്യും? നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്ക്, n ഇങ്ങനെ കൂടി കൂടിയല്ലേ പോകുന്നേ? n കൂടി കൂടി ഒരു സിറ്റുവേഷൻ എത്തുമ്പോ n ന്റെ വാല്യൂ 100 എത്തും. കൂടി 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 100 എത്തും. 100 എത്തുമ്പോഴും പ്രശ്നമില്ല, കാരണം 100<= 100 ആണോ എന്ന കണ്ടീഷൻ. അപ്പോഴും പ്രശ്നമില്ല. അപ്പൊ 100 വരെ പ്രശ്നമില്ലാണ്ട് പ്രിന്റ് ചെയ്യും. എന്നാൽ ഇത് ഒരു സ്റ്റേജ് എത്തുമ്പോൾ 100 കഴിഞ്ഞ് പിന്നെ 101 എത്തൂലേ? അപ്പൊ കണ്ടീഷൻ തെറ്റും. കാരണം 101 അല്ല 100, 101 = 100 അല്ല. അപ്പൊ കണ്ടീഷൻ തെറ്റും, നോ ആവും. നോ ആയി കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് വരും? സ്റ്റോപ്പിലേക്ക് വരും. അപ്പൊ ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട്, ഇത് അൽഗോരിതം അല്ല, ഫ്ലോ ചാർട്ട് ആണ്. ഈ ഒരു ഫ്ലോ ചാർട്ട് ഉപയോഗിച്ചിട്ട് 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ അൽഗോരിതം ഇവിടെ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തു, n 1 ആക്കി, n പ്രിന്റ് ചെയ്തു, n = n+1. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇഫ് n<= 100 അല്ലെ, ഇവിടെ കണ്ടീഷൻ കൊടുത്തു. ഇത് ശരിയാണെങ്കിൽ യെസ് ആണെങ്കിൽ എങ്ങോട്ടാ പോയെ? n പ്രിന്റ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക്. അപ്പോൾ അൽഗോരിതം ആകുമ്പോൾ ഇങ്ങനെ വരച്ചൊന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതിയിട്ട് പറയും, ദെൻ ഗോ ടു സ്റ്റെപ്പ് 3. അതായത് ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ സ്റ്റെപ്പ് 3ലേക്ക് പോവാ. എടാ, സ്റ്റെപ്പ് 3-ലല്ലേ n പ്രിന്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഉള്ളത്? അതാണ് സ്റ്റെപ്പ് 3ലേക്ക് പോകാൻ പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. ഇങ്ങനെയാണ് 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിന്റ് ചെയ്യും. ചിലപ്പോൾ പരീക്ഷക്ക് തിരിച്ചും ചോദിക്കും. ഇപ്രാവശ്യത്തെ കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് 100 മുതൽ 1 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്ന അൽഗോരിതം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ചിലപ്പോൾ തിരിച്ചും ചോദിക്കും, പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടർ സയൻസുകാർ പഠിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്കും പഠിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ചോദ്യങ്ങളും ചിലപ്പം വരും. അപ്പൊ ഈ അൽഗോരിതത്തിൽ ഈ ഫ്ലോ ചാർട്ടിൽ എന്ത് മാറ്റമായിരിക്കും വരുത്തേണ്ടി വരിക? 100-ൽ തുടങ്ങി 100 വരണം, പിന്നെ 99 വരണം, പിന്നെ 98 വരണം, ഇങ്ങനെ 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 ലാസ്റ്റ് 1 വരെ വരണം. അതിനെന്താ മാറ്റം വരിക? n = 1-ൽ തുടങ്ങുന്നതിന് പകരം 100-ൽ തുടങ്ങിയാൽ പോരെ? പ്രിന്റ് n എന്ന് പറയുമ്പോൾ ഈ 100 അങ്ങ് പ്രിന്റ് ചെയ്യൂലേ? n = n+1 പകരം എന്താക്കണം? n = n-1 ആക്കണം. ഓക്കെ, അപ്പൊ ഈ 100 ആണ് n എന്നുണ്ടെങ്കിൽ അത് എത്രയായിട്ട് മാറും? 99 ആയിട്ട് മാറും. എന്നിട്ട് ഈ കണ്ടീഷൻ നമ്മൾ മാറ്റേണ്ടി വരൂലേ? n<= 100-ന് പകരം n>= ഇത് എവിടം വരെ പോകണം? 0 വരെ പോണോ? വേണ്ട, 1 വരെ പോകണം അല്ലെ. അപ്പൊ n>= 1 വരെ എന്ത് ചെയ്യണം? കണ്ടീഷൻ അതാക്കണം. കണ്ടീഷൻ n<= 100 പകരം n>= 1 വരെ, അതാണ് കണ്ടീഷൻ. ഓക്കെ, ഈ കണ്ടീഷനിൽ ഇത് 1 വരെ വർക്ക് ചെയ്യും. നമുക്ക് ചെയ്ത് നോക്കാം. n ആദ്യം 100 ആക്കി, n പ്രിന്റ് ചെയ്തു. n = n-1 എന്ന് പറഞ്ഞാൽ n 99 ആക്കി. അപ്പൊ n ന്റെ വാല്യൂ ഇപ്പൊ 99. ഇനി പറഞ്ഞേ, 99 1 അല്ലേ? ആണ്. അപ്പൊ എന്ത് ചെയ്യും? യെസ് ആണ് അല്ലെ. യെസ് ആണെങ്കിൽ വീണ്ടും എങ്ങോട്ടേക്ക് പോകും? n പ്രിന്റ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോകും. n ഇപ്പൊ എത്രയാ? n 99. അപ്പൊ 99 പ്രിന്റ് ചെയ്യും അല്ലെ. പിന്നെ n = n-1 എന്ന് പറഞ്ഞാൽ അല്ലെ, n = n-1 എന്ന് പറഞ്ഞാൽ n എത്രയാവും? 99 മാറിയിട്ട് 98 ആവും. ഓക്കെ, ഇനി 98 അല്ലേ n? 98 1 അല്ലേ? ആണ്. ആണെങ്കിൽ യെസ് ആണ്. വീണ്ടും n പ്രിന്റ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോകും. n പ്രിന്റ് ചെയ്യുന്ന n ന്റെ വാല്യൂ ഇപ്പൊ 98 ആണ്, 98 പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് n = n-1, n കുറഞ്ഞ എത്രയാവും? 97 ആവും. ഓക്കെ, എന്നിട്ട്
97 അല്ലേ n ഇപ്പം വരിക 97. ഈ കണ്ടീഷൻ ശരിയാണോ? 97 ഗ്രേറ്റർ ദാൻ 1. യെസ്, യെസ് ആണ്. വീണ്ടും ഇങ്ങോട്ടേക്ക് പോകും, n പ്രിന്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. അപ്പൊ n 97 പ്രിന്റ് ചെയ്യും. ഇങ്ങനെ പോയി പോയി ഇടം വരെ പ്രിന്റ് ചെയ്യും, ഒരു പ്രശ്നമില്ലാണ്ട് 1 വരെ. കാരണം n 1 ആയാലും ഈ കണ്ടീഷൻ ശരിയല്ലേ? 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടീഷൻ ശരിയാവും അല്ലെ? ഇതിങ്ങനെ കുറഞ്ഞ് 1 വരെ വരും. അപ്പൊ പ്രിന്റ് എന്നിലേക്ക് വരും. അപ്പൊ n 1 ആകുമ്പോൾ 1 പ്രിന്റ് ചെയ്യും. അവിടം വരെ പ്രശ്നമില്ല. പക്ഷെ n = n - 1 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞാൽ n എത്രയാവും? n 0 ആവും. അപ്പൊ ഈ കണ്ടീഷൻ തെറ്റും അല്ലെ? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടീഷൻ തെറ്റും. അപ്പൊ ഇത് 1 വരെ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. കറക്റ്റ് ആയിട്ട് റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ ഫ്ലോ ചാർട്ട്. അതിന്റെ അൽഗോരിതം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി ചെയ്താൽ. ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത്, അതായത് 2025 മോഡൽ എക്സാം, കമ്പ്യൂട്ടർ സയൻസിന്റെ മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. കമ്പ്യൂട്ടർ സയൻസിന്റെ മോഡൽ എക്സാമിന് ചോദിക്കുന്ന പല പാറ്റേണിലെ ഉള്ള ക്വസ്റ്റ്യൻസും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലൊക്കെ മറിച്ചൊക്കെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രത്യേകം എടുക്കാൻ കാരണം. അതായത് ഇത് നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവർ തന്നത് കണ്ടോ, ഒരു അൽഗോരിതം തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഈ അൽഗോരിതത്തിന്റെ ഔട്ട്പുട്ട് എന്താണ്. ഇൻപുട്ട് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കൊടുക്കാന്ന് പറയുന്നുണ്ട്. യു ക്യാൻ അസ്യൂം എനി വാല്യൂ ആസ് ഇൻപുട്ട്. ഈ അൽഗോരിതത്തിന്റെ ഔട്ട്പുട്ട് എന്താ മക്കളെ പറഞ്ഞേ? ജസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അൽഗോരിതത്തിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. റീഡ് എ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും എന്തോ വാല്യൂ സ്റ്റോർ ചെയ്യണം എന്നല്ല അർത്ഥം. നിങ്ങൾ എന്ത് വാല്യൂ ആണ് എടുത്തോ. എയിലും ബി, റീഡ് എ ബി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എ ബി ആണ്. എയിലും ബിയിലും എന്തോ വാല്യൂ കൊടുക്ക്. ജസ്റ്റ് വെറുതെ എന്തെങ്കിലും വാല്യൂ കൊടുക്ക്. എയിൽ 10, ബിയിൽ 20. വെറുതെ എന്തോ രണ്ട് വാല്യൂ കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ എന്നാ ചോദിക്കുന്നത്. പ്രിന്റ് എ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും പ്രിന്റ് ചെയ്യും. അപ്പൊ എന്റെ വാല്യൂ 10, ബിന്റെ വാല്യൂ 20, ഇത് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതായിരിക്കും പ്രിന്റ് ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു പ്രിന്റ് അല്ല, ഒരു പ്രാവശ്യം കൂടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടിന്റെ ഔട്ട്പുട്ട് എഴുതണം. ഫസ്റ്റത്തെ പ്രിന്റിന്റെ ഔട്ട്പുട്ട് മനസ്സിലായി. എയും, അതായത് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇൻപുട്ട്, വി ആർ ടേക്കിംഗ് ഇൻപുട്ട് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 10ഉം 20ഉം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ഔട്ട്പുട്ട് അല്ലെ, ആദ്യം ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇനീഷ്യൽ ഔട്ട്പുട്ട്, ആദ്യത്തെ ഔട്ട്പുട്ട്, ഇനീഷ്യൽ ഔട്ട്പുട്ട് എന്താണ്? 10ഉം 20ഉം ആണ്. 10ഉം 20ഉം പ്രിന്റ് ചെയ്തു. ഇനി ഇത് 3 സ്റ്റെപ്പും കൂടെ ചെയ്തിട്ട് ഒന്നും കൂടെ എയും ബിയും പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ഔട്ട്പുട്ട് എന്നുള്ളതും കൂടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഫൈനൽ ഔട്ട്പുട്ട്. ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം എയും ബിയും പ്രിന്റ് ചെയ്യുന്നുണ്ടോ, അതെന്താന്നുള്ളത് അപ്പോൾ എഴുതാം. ഓക്കെ, ഫൈനൽ ഔട്ട്പുട്ട് എഴുതിയിട്ട് അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെയാണ് നാലാമത്തെ സ്റ്റെപ്പ് ചെയ്താൽ എന്താ സംഭവിക്കുക? എ = a + b എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം റൈറ്റ് സൈഡിലുള്ളത് ചെയ്യും, എന്നിട്ട് റിസൾട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള എയിലേക്ക് സ്റ്റോർ ചെയ്യും. അതായത് എയും ബിയും കൂട്ടിയാൽ എത്രയാ? 10, 20 കൂട്ടിയാൽ 30 അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ ആയിരിക്കും. 30 എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? എയിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പൊ സാറേ ഇതിലുള്ള എന്റെ വാല്യൂ പോവില്ലേ? പോവും. പോയിക്കോട്ടെ, നമുക്ക് എന്താ പ്രശ്നം? പോയിക്കോട്ടെ. എയിൽ 30 വരും. എയിൽ 30 വരും. ഓക്കെ, അങ്ങനെയാണ് b = a - b എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തിട്ട് റിസൾട്ട് ബിയിൽ സ്റ്റോർ ചെയ്യണം അല്ലെ? ഇപ്പൊ എയിൽ എന്താ വാല്യൂ ഉള്ളത്? 30 അല്ലെ? 30 a - b എന്ന് പറഞ്ഞാൽ ഇപ്പൊ 30 ആണ് എയിലുള്ള. a - b എന്ന് പറഞ്ഞാൽ 30 - 20. അത് എത്രയായിരിക്കും? 30 - 20 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 ആയിരിക്കൂലേ? 10 എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം എന്നാ പറയുന്നത്? ബിയിലേക്ക്. അപ്പൊ ബിയിൽ എന്ത് വരണം? 10 എന്ന് വരണം. ഓർക്കുക, എയിൽ ഉണ്ടായിരുന്ന വാല്യൂ ആദ്യം 10ഉം ബിയിൽ ഉണ്ടായിരുന്ന വാല്യൂ ആദ്യം 20ഉം ആണ്. ഇപ്പൊ നമ്മളിപ്പോ 2 സ്റ്റെപ്പ് നടത്തിയപ്പോ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്താലോ? a - b ചെയ്തിട്ട് എയിലേക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാം. a - b എന്ന് പറഞ്ഞാൽ എയും ബിന്ന്, എന്ന് ബി കുറച്ചാൽ 20 അല്ലേ കിട്ടുക? 30 10 കുറച്ചാൽ 20 അല്ലേ കിട്ടുക? ആ 20 എങ്ങോട്ട് സ്റ്റോർ ചെയ്യാം? എയിലേക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പൊ എയില് ഈ 30 പോയിട്ട് എന്ത് വരും? 20 വരും. ഇപ്പൊ എന്താ ഉണ്ടായേ? എടാ നോക്ക്, എയില് സ്റ്റാർട്ടിങ്ങിൽ 10ഉം ബിയിൽ 20ഉം ആയിരുന്നു. ഈ 3 സ്റ്റെപ്പ് ചെയ്തപ്പോ എയിൽ 20ഉം ബിയിൽ 10ഉം വന്നു. അപ്പൊ എന്താ ശരിക്കും ഉണ്ടായത്? എന്ത് വാല്യൂ നിങ്ങൾ എടുത്താലും അത് നേരെ തിരിച്ചിങ്ങ് തരും. ഓക്കെ, അപ്പൊ ഫൈനൽ ഔട്ട്പുട്ട് 10ഉം 20ഉം ആയിരിക്കില്ല അല്ലെ? ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എയും ബിയും പ്രിന്റ് ചെയ്യുമ്പോൾ എന്റെ വാല്യൂ എത്രയാണ് ഇപ്പൊ ഉള്ളത്? 20ഉം. ബിന്റെ വാല്യൂ എത്രയായിരിക്കും? 10ഉം ആയിരിക്കും. അപ്പൊ ഇനീഷ്യൽ ഔട്ട്പുട്ട് 10 20 ആണെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ട് എന്താണ്? 20 10 ആണ്. ഇതാണ് അവർ ഉദ്ദേശിച്ചത്. നമുക്ക് ജസ്റ്റ് ഒന്നുമില്ല, രണ്ട് നമ്പേഴ്സ്, ജസ്റ്റ് രണ്ട് വേരിയബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുക. അതിനുള്ള പ്രോഗ്രാമാണ്, അതിനുള്ള അൽഗോരിതം ആണ് അവർ ചോദിച്ചത്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ അസ്യൂം ചെയ്ത ഇൻപുട്ട് ഇതാണെങ്കിൽ ഔട്ട്പുട്ട് 20 10 ആയിരിക്കും. നമ്മൾ എയിലും ബിയിലും, എയിൽ 5ഉം മറ്റേൽ 20ഉം ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാല്യൂ മാറ്റാം, എയില് 5ഉം ബിയില് ഒരു മേ ബി വേറെ ഏതെങ്കിലും, ബിയില് മേ ബി ഒരു 7ഉം ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഇനീഷ്യൽ ഔട്ട്പുട്ട് 5ഉം 7ഉം ആയിരിക്കും. ഫൈനൽ ഔട്ട്പുട്ട് 7ഉം 5ഉം ആയിരിക്കും. ആ രീതിയിലാണ് വരിക. ഓക്കെ, ഇത് കണ്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾസ് ഓഫ് 5. റൈറ്റ് ആൻ അൽഗോരിതം ടു പ്രിന്റ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 5 ബിറ്റ്വീൻ 100 and 200. എടാ 100ന്റെയും 200ന്റെയും ഇടയിൽ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട്? 5ന്റെ. 100ന്റെ 200ന്റെ ഇടയിലാ. അപ്പൊ 100 എടുക്കണം എന്നില്ല, 105 എടുക്കാം.
5ന്റെ മൾട്ടിപ്പിൾസ് ആവുന്നുണ്ട് 105, 110, 115. ഇവർ ഉദ്ദേശിച്ച സംഭവം മനസ്സിലായോ? ഇങ്ങനെ 195 വരെ. ഇതാണ് 100ന്റെയും 200ന്റെയും ഇടയിലുള്ള 5ന്റെ മൾട്ടിപ്പിൾസ്. പക്ഷെ ഇവരൊരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്, ഡിസെൻഡിങ് ഓർഡറിൽ വരണം. അപ്പൊ ആദ്യം 105 അല്ല വരേണ്ടത്, 195 വരേണ്ടത്. അതിനുള്ള അൽഗോരിതം എഴുതണ്ടേ. കണ്ട, ഇവരിങ്ങനെ എന്തും ചോദിക്കാം, പക്ഷെ നമ്മളത് എഴുതാൻ നമ്മൾ റെഡി ആയിരിക്കണം. അത്രേ നമുക്ക് ചെയ്യാനാവുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റെപ്പ് ഇതാ. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എ = 200 ആക്കി. ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം, പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. എന്റെ വാല്യൂ 200 ആക്കി. എ 200 ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു. ഓക്കെ, റിപ്പീറ്റ് സ്റ്റെപ്പ് 4 and 5. സ്റ്റെപ്പ് 4 and 5 ഏതാന്നുള്ളതിൽ എനിക്ക് കൺഫ്യൂഷൻ വേണ്ട, ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. ഈ 2 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. വൈൽ ഏതാണ് കണ്ടീഷൻ? ഇതാ ഈ കണ്ടീഷൻ. ഇത് ശരിയാണ്, ഈ കണ്ടീഷൻ ശരിയാണോ ആണെങ്കിൽ ഈ 2 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കിപ്പോ നോക്കാം കണ്ടീഷൻ ശരിയാണോ എന്ന്. ഇപ്പൊ നോക്കാം. 200 > 100 ആണോ? ആണ്. ശരിയാണ്, ഇത് 2 റിപ്പീറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? റിപ്പീറ്റ് ചെയ്തോ. ഓക്കെ, എന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണം അല്ലെ? പ്രിന്റ് ചെയ്താൽ എ പ്രിന്റ് ചെയ്യണം. ഓക്കെ, എ എത്രയാണ്? 200 ആണ്. എ 200 ആണ്. ഓക്കെ, എ പ്രിന്റ് ചെയ്തു. എ = a - 5 എന്ന് പറഞ്ഞാൽ എന്റെ വാല്യൂ ഇപ്പൊ 200 ആണെങ്കിൽ ആദ്യം a - 5 ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്റെ വാല്യൂവിന് എത്രയാക്കണം? 195 ആക്കണം. ഓക്കെ, കഴിഞ്ഞ് നേരെ സ്റ്റോപ്പിലേക്ക് പോകില്ല, കാരണം ഇവിടെ റിപ്പീറ്റ് എന്നുള്ള ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യും ഈ 4-5 സ്റ്റെപ്പ് ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ. അപ്പൊ വീണ്ടും ഇങ്ങോട്ട് പോയി നോക്കും. കണ്ടീഷൻ ശരിയാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് പോയി നോക്കും. വീണ്ടും സ്റ്റെപ്പ് 3ലേക്ക് പോയി നോക്കും. സ്റ്റെപ്പ് 3യിൽ പോകുമ്പോൾ കണ്ടീഷൻ ശരിയാണോ? ഇനി ഇപ്പൊ കണ്ടീഷൻ ശരിയാണോ? എന്റെ വാല്യൂ 195 അല്ലടാ. 195 > 100 ആണോ? ആണ്. ആണെങ്കിൽ വീണ്ടും ഇത് 2 റിപ്പീറ്റ് ചെയ്യും. പ്രിന്റ് എ. ഇപ്പൊ 195 ആണ്. അപ്പൊ 195 എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. എ = a - 5 എന്ന് പറഞ്ഞാൽ എ ഒന്ന് കുറഞ്ഞിട്ട് എത്രയാവും? 190 ആവും. ഓക്കെ, 190 ആവും. ഓക്കെ, അപ്പൊ വീണ്ടും സ്റ്റോപ്പിലേക്ക് വരില്ല. വീണ്ടും ഒന്ന് സ്റ്റെപ്പ് 3ലേക്ക് പോയി നോക്കും. കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇത് രണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ വീണ്ടും നോക്കും കണ്ടീഷൻ ശരിയാണോ? എ > 100 ആണോ? എ എത്രയാ? എ 190 അല്ലേ? അത് > 100 ആണോ? ആണ്. ആണെങ്കിൽ ഇത് 2 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. എ പ്രിന്റ് ചെയ്തോ. എ ഇപ്പൊ 190 ആണ്. അപ്പൊ 190 പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, എ = a - 5 എന്നാൽ അത് കുറഞ്ഞിട്ട് എത്രയാവും? 185 ആവും. സോറി, 155 അല്ലെ? ഓക്കെ, അപ്പൊ വീണ്ടും സ്റ്റോപ്പിലേക്ക് വരില്ല. വീണ്ടും ചെയ്ത് നോക്കും. കണ്ടീഷൻ ശരിയാണോ? ചെയ്ത് നോക്കും. യെസ്, 155 > 100 ആണോ? ആണ്. ആണെങ്കിൽ ഇത് 2 റിപ്പീറ്റ് ചെയ്യും. 2 ചെയ്യും അല്ലെ? പ്രിന്റ് എന്ന് പറയുമ്പോൾ എ 155 ആണ്. 155 പ്രിന്റ് ചെയ്യും. അതിനുശേഷം എ = a - 5 എന്ന് പറഞ്ഞാൽ എ വീണ്ടും കുറച്ചിട്ട് 150 ആകും. ഇനി ഞാനിങ്ങനെ അവസാനം വരെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിങ്ങനെ കുറഞ്ഞ് എവിടം വരെ പോകും? ഒരു പ്രശ്നമില്ലാണ്ട് ഇതിങ്ങനെ ഇടം വരെ കണ്ടീഷൻ ശരിയാവും. 100 എത്തുന്നവരെ കണ്ടീഷൻ ശരിയല്ലേ? കാരണം 100 > or = 100 അല്ലേ? അപ്പൊ ഇതിങ്ങനെ പോയിട്ട് എവിടം വരെ പ്രിന്റ് ചെയ്യും? 100 വരെ പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമ്മളെ കാര്യം നടക്കുമല്ലേ? താഴെ വരച്ച് കാണിച്ചത് ഔട്ട്പുട്ട് ആണ്, ഇവിടെ വരച്ചത് എന്റെ വാല്യൂ ഇങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 105 മുതൽ ഇത് മതിയെന്ന്. പക്ഷെ വേണ്ട, ഈ അൽഗോരിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 200 അടക്കം പ്രിന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 200 പ്രിന്റ് ചെയ്യുന്നത് ഒഴിവാക്കാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലുള്ള പോലെ തന്നെ ജസ്റ്റ് ചെയ്യാം. 200 മുതൽ 100 വരെയുള്ള എല്ലാ 5ന്റെ മൾട്ടിപ്പിൾസ് ഇതിങ്ങനെ കുറഞ്ഞ് 100 വരെ പ്രിന്റ് ചെയ്യും. 100 വരെ കണ്ടീഷൻ ഓക്കെ ആണ്. ഓക്കെ, 100 പ്രിന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. എ > or = 100 കൊടുക്കുന്നതിന് പകരം എ > 100 എന്ന് കൊടുത്താൽ തന്നെ അപ്പൊ ഓക്കെ ആവും. എനിവേ നമ്മൾ എന്ത് ചെയ്തു? അത്രയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു ചോദ്യം ഏരിയ ഓഫ് സർക്കിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം ചെയ്തില്ലേ? റെക്ടാംഗിളിന്റെ ഏരിയയും പെരിമീറ്ററും ചെയ്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് രണ്ടും കൂടെ ഒരുമിച്ചൊന്നും ചോദിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ. എന്നാൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ് സർക്കിളിന്റെ, ഒരു വൃത്തത്തിന്റെ സർക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല. ഒരു സർക്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ സർക്കിളിന് റേഡിയസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇതാണ് സർക്കിളിന്റെ റേഡിയസ് 6 എന്നുണ്ടെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് πr². എടാ, ഈ ഇക്വേഷൻ അറിയാവുന്ന ആർക്കും ഈ ഒരു അൽഗോരിതം എഴുതാൻ പറ്റും. സർക്കിളിന്റെ റേഡിയസ് കിട്ടിയാൽ ഏരിയ കാണാം അല്ലെ? അപ്പൊ അത്രേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തു. റേഡിയസ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇൻപുട്ട് റേഡിയസ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് 6 എന്നെങ്ങാനും പറയുന്ന വാരിയബിൾ മതി. ഇനി വേണ്ട, നമുക്ക് റേഡിയസ് എന്ന് പറയുന്ന പേരിൽ തന്നെ വാരിയബിൾ എടുക്കാം. എന്നിട്ട് ഏരിയ കാണാം. അങ്ങനെ ഏരിയ കാണാം. ഏരിയ = 3.14 റേഡിയസ് ഇൻറ്റു റേഡിയസ് കൊണ്ട് ചെയ്താൽ പോരെ? പൈ എന്ന് പറഞ്ഞാൽ 3.14 എടുത്താൽ പോരെ? അപ്പൊ 3.14 ഇൻറ്റു റേഡിയസ് ഇപ്പൊ ഏരിയ കിട്ടും. അപ്പൊ പ്രിന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ പ്രിന്റ് ചെയ്യാം. സ്റ്റോപ്പ്. ഓക്കെ, ഈ രീതിയിൽ സർക്കിൾ, റെക്ടാംഗിൾ പലപ്പോഴും അതിന്റെയൊക്കെയാണ് ഏരിയ കാണാൻ ചോദിക്കാറുള്ളത്. അൽഗോരിതം ആണ് ഇവിടെ. ചിലപ്പോൾ ഫ്ലോ ചാർട്ട് ചോദിക്കാം. ഫ്ലോ ചാർട്ട് ചോദിച്ചാൽ ഇത് സിമ്പിൾസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വരച്ചു കൊടുത്താൽ മതി. മറ്റൊരു ചോദ്യം, ചെക്ക് വെദർ ഗിവൺ നമ്പർ ഈവൺ ആണോ ഓഡ് ആണോ? ഓഡ് ആണോ ഈവൺ ആണോ പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 5 എന്ന് പറയുന്ന ഒരു നമ്പർ ഇൻപുട്ട് ആയിട്ട് വന്നാൽ ഔട്ട്പുട്ടിൽ എന്ത് വരണം?
ഓഡ് എന്ന് വരണം. കാരണം 5 ഒറ്റ സംഖ്യയാണ്, ഓടാണ്. എന്നാൽ നമ്മളോട് 10 നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് എന്ത് വരണം? ഈവൺ എന്ന് വരണം. കാരണം 10 എന്താണ്? ഈവൺ ആണ് അല്ലെ, ഇരട്ടയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനുള്ള എന്താ ചോദിച്ചത്? അൽഗോരിതം അല്ലെ. അൽഗോരിതം ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അൽഗോരിതം എങ്ങനെ വരിക? സ്റ്റാർട്ട് ഒരു നമ്പർ ഓടാണോ ഈവൺ ആണോ എന്നാണ് പ്രോഗ്രാം. ആ ഒരു നമ്പർ സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ വേണ്ടേ? അതാണ് ഞാൻ നമ്പർ എടുത്തത്. അപ്പൊ ആ നമ്പർ ഏതാന്ന് വെച്ചാൽ നമ്മിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് ആ നമ്പർ ഓടാണോ ഈവൺ ആണോ, നമ്മൾ എങ്ങനെ ഓടാണോ ഈവൺ ആണോ എന്ന് കണ്ടുപിടിക്കുക? 2 കൊണ്ട് ഹരിക്കുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ അതായത് സിസ്റ്റം 0 ആണോ നോക്കും അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മിന്റെ വാല്യൂ എത്രയാണോ അത് %2, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ. %2 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ. അത് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? ഈവൺ എന്ന് പ്രിന്റ് ചെയ്യും. ഇനി എൽസ് അതായത് ഈ 0 അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? റിമൈൻഡർ 1 ആയിരിക്കും. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യും? ഓഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0 ആണെങ്കിൽ ഈവൺ എന്ന് പ്രിന്റ് ചെയ്യും, എൽസ് ഓഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, യെസ്. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തുടങ്ങിയില്ലേ, ഈഫ് എന്ന് പറഞ്ഞ ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടീഷൻ ശരിയാണോ ആണെങ്കിൽ ഈവൺ, എല്ലാന്നുണ്ടെങ്കിൽ ഓഡ്. ഇത്രയും സംഭവം ഒരു ബ്ലോക്കാണ്. ഇതൊരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി കണ്ടോ, എൻഡ് ഓഫ് ഈഫ്, അത് അവിടെ കഴിഞ്ഞു. ആൻഡ് അത് ലാസ്റ്റ് സ്റ്റോപ്പ്. ഈ ഒരു സ്റ്റെപ്പ് ഞാൻ പറയുന്നു ഇത് ഓപ്ഷണൽ ആണ്, നിർബന്ധമൊന്നുമില്ല. എല്ലാ അൽഗോരിതത്തിലും ഇത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഓപ്ഷണൽ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ല, 1-2 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്, കാരണം ഇവിടുന്ന് ഒരുപാട് ഫ്ലോ ചാർട്ടുകളൊക്കെ ചോദിക്കാറുണ്ട്. കണ്ടോ, ഡ്രോ എ ഫ്ലോ ചാർട്ട് ആണ് ടു ചെക്ക് വെദർ ദ നമ്പർ ഈസ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. ഒരു നമ്പർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 5 ആണ് ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ത് വരണം? ഔട്ട്പുട്ട് പോസിറ്റീവ് വരണം. കാരണം 5 എന്താണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ ആണ്. എന്നാൽ വേറൊരു ഇൻപുട്ട് -2 ആണ് ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ എന്ത് വരണം? നെഗറ്റീവ് എന്ന് വരണം. കാരണം 5 നെഗറ്റീവ് ആണ്. ഇനിയിപ്പോ ഇത് ഒന്നുമല്ല, നമ്പർ 0 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ എന്ത് വരണം? 0 എന്ന് ഇങ്ങനെ പ്രിന്റ് ചെയ്യണം. ഇതിനുള്ള ഫ്ലോ ചാർട്ട് എങ്ങനെയാ ചെയ്യാം? വെരി സിമ്പിൾ. സ്റ്റാർട്ട് ചെയ്തു n എന്ന് പറയുന്ന വാല്യൂലേക്ക് ആ നമ്പർ ഏതാന്ന് വെച്ചാല് ഏതോ ഒരു നമ്പർ ആണോ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് കാണേണ്ടത്. അപ്പൊ ആ നമ്പർ എന്നിൽ ഇൻപുട്ട് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ നോക്കും ഇഫ് കണ്ടീഷൻ ശരിയാണോ, n ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് എന്ന് പ്രിന്റ് ചെയ്യും. അങ്ങനെ തന്നെ അത് വരുന്നത് എങ്ങോട്ടേക്കാണ്? സ്റ്റോപ്പിലേക്കാണ്. ഇനി ഇത് യെസ് ആണെങ്കിലാണ് പോസിറ്റീവ് എന്ന് പ്രിന്റ് ചെയ്യുക, എന്നിട്ട് സ്റ്റോപ്പിലേക്ക് വരും. ഇനി അല്ല, ഇത് തെറ്റാണ്. ഇത് തെറ്റാണെങ്കിൽ n ഗ്രേറ്റർ ദാൻ 0 തെറ്റാണെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ നമ്പർ നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കണം. ഓക്കെ, നമുക്ക് നെഗറ്റീവ് ആണോ നോക്കണം. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് ഗ്രേറ്റർ ദാൻ അല്ല, ഇത് ലെസ് ദാൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഒന്നുകിൽ നമ്പർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. നെഗറ്റീവ് ആണോ 0 ആണോ എന്ന് അറിയാൻ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്, n ലെസ് ദാൻ 0 ആണോ. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്പർ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് എന്ന് പ്രിന്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇനി നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഉറപ്പായിട്ടും നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഒരു നമ്പർ ഒന്നുകിൽ പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് 0 ആയിരിക്കും. കാരണം ഇത് മൂന്നും അല്ലാത്ത വേറൊരു സാധ്യതകളും നമുക്കില്ല. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ ഫ്ലോ ചാർട്ട് ഫോർ ദ ഫോളോയിങ് അൽഗോരിതം. ഇവർ ചോദിക്കുന്ന മറ്റൊരു പാറ്റേൺ ആണ്. ഫ്ലോ ചാർട്ട് എന്നിട്ട് നമ്മളോട് പറയും അൽഗോരിതം വരക്കാൻ. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്റ്റാർട്ട് n പ്രിന്റ് ചെയ്തു, n1 n പ്രിന്റ് ചെയ്തു, n = n+1, n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ സ്റ്റെപ്പ് 3ലേക്ക് പോവാം. സ്റ്റെപ്പ് 3യിൽ n പ്രിന്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. എടാ, ഇതേപോലത്തെ ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലേ. പക്ഷെ ഇത് അവർ ചോദിച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഈ ഫ്ലോ ചാർട്ടിന് എങ്ങനെയാണ് ഡ്രോ എ ഫ്ലോ ചാർട്ട് ഫോർ ദ ഫോളോയിങ് അൽഗോരിതം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് എങ്ങനെ വരയ്ക്കുക? അവിടെ ഉണ്ട്. സ്റ്റാർട്ട് n=1 ആക്കി, n പ്രിന്റ് ചെയ്തു, n = n+1. ഓക്കെ, n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, കണ്ടീഷൻ ശരിയാണെങ്കിൽ n പ്രിന്റ് ചെയ്ത് സ്റ്റോപ്പിലേക്ക് പോകുന്ന കാണിക്കുക, നോ ആണെങ്കിൽ സ്റ്റോപ്പ്. ഓക്കെ, റെഡി അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ അത് നേരത്തെ നമ്മൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരെ മതി. ഇനി ഇഫ് ഇംപ്ലിമെന്റ് ദി അബോവ് അൽഗോരിതം ഇൻ C++, what will be the output? ഈ അൽഗോരിതത്തിന് ഇംപ്ലിമെന്റ് ചെയ്ത ഔട്ട്പുട്ട് എന്താ വരിക അല്ലേ? നമുക്കറിയാം, ആദ്യം 1 പ്രിന്റ് ചെയ്യും. ഓക്കെ, പിന്നെ n കൂട്ടും അല്ലെ, ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ എവിടം വരെ പ്രിന്റ് ചെയ്യും? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലേ കണ്ടീഷൻ, അപ്പൊ 10 വരെ പ്രിന്റ് ചെയ്യും. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 വെച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞത്, അപ്പൊ 100 വരെ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എവിടം വരെ പ്രിന്റ് ചെയ്യും? 1 മുതൽ 10 വരെ. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഔട്ട്പുട്ട് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ മക്കളെ അത്രേ ഉള്ളൂ. നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ. ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിന്റെ കാര്യത്തിൽ നിങ്ങൾ സേഫ് ആണ്. നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഈ ചാപ്റ്ററിലുള്ള
അത്ര മാർക്കായിരുന്നു 8 മാർക്ക്. ആ വെയിറ്റേജ് നിങ്ങളൊപ്പം ഉണ്ട്. നിങ്ങൾ ബാക്കി നോക്കിയാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ചാപ്റ്ററിലുള്ള ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു A+ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതിനൊക്കെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഈ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വീഡിയോന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ടെലിഗ്രാം ചാനൽ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.